അനേകർക്ക് അത് ആശ്വാസമായി തീരണം, ആത്മരക്ഷയ്ക്കായി തീരുവാനിടയായി തീരണം. അതിനായിട്ട് നമുക്ക് പ്രാരംഭത്തില് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മനസ്സോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് നാം എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിപ്പോൾ പ്രാർത്ഥിക്കും. കർത്താവേ, സ്തോത്രം സ്തോത്രം. നാഥനെ, അടിയങ്ങളെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, ഈ സൂമിന്റെ മറവില് അടിയങ്ങൾക്ക് ആത്മാർത്ഥതയോടുകൂടെ അവിടുത്തെ നാമം ദുഷിക്കപ്പെടാതെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ ഇടവരാതെ, കർത്താവേ സ്തോത്രം, കർത്താവേ, അടിയങ്ങളാൽ ആവോളം കർത്താവെ അവിടുത്തെ നാമമൗത്വത്തിനായി ചെയ്യുവാൻ ആത്മാർത്ഥതയോടുകൂടെ കർത്താവെ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് അങ്ങയോട് ചേർന്നിരുന്ന് ദൈവമേ അനേകരുടെ വിടുതലിനായി തീരുവാനിടയാക്കണമേ. ദൈവമേ, അടിയങ്ങളെ ശുദ്ധീകരിച്ചാട്ടപ്പാ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണവാനും മനസ്സലിവുള്ളവനുമേ, നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അടിയങ്ങളുടെ കർത്താവെ, ഒരു മനസ്സോടുകൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന അപ്പനെ, ദൈവമേ, ഈശോ മീറ്റിംഗിൽ കടന്നു വരുന്ന എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും, കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും താഴ്ത്തുന്നു. അവിടുത്തെ സന്നിധിയിൽ എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ താഴ്ത്തുന്നു. കർത്താവെ, നിങ്ങളെല്ലാവോളം ചെയ്തെടുക്കുന്ന അനുഭവത്തില് ഏഴുകൾക്ക് കർത്താവെ അവിടുത്തെ മക്കളവകാശികളുമായി അവിടുത്തെ ഭവനത്തിൽ വസിച്ച് അടിയങ്ങളുടെ സകലതും അവിടുത്തെ സന്നിധിയിൽ വിട്ടുതന്ന്, അടിയങ്ങളുടെ ഭവനം വിട്ടുതന്ന് അവിടുന്ന് വസിക്കുന്ന ഭവനമാക്കി. ദൈവമേ, അടിയങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട്, പല ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ദേശങ്ങളുടെ വിടുതലിന് വേണ്ടി അവിടുത്തെ സന്നിധിയിൽ ഇടിവിലായിരിക്കാൻ ഈ പ്രാർത്ഥനയെ അവിടുന്ന് ഇടയാക്കി അനുഗ്രഹിക്കണമേ. നിങ്ങൾ ഓരോ ദേശങ്ങളിലായി തീരേണ്ടത് ദൈവമേ, ഉലയില് ദൈവമേ തീ ഊതി കർത്താവേ അതിനെ ദൈവമേ സ്തോത്രം വിലപ്പെട്ട ഒരു ആയുധമായി ശത്രുവിന് പോരാടുവാന് വിലയേറിയ ഒരു ആയുധമാക്കി തീർക്കുന്ന അനുഭവത്തെ ദൈവമേ ഈ പ്രയർ മീറ്റിംഗ് മുഖാന്തരം അനേക ദേശങ്ങളിൽ അനേകരുടെ ജീവിതങ്ങളെ അവിടുന്ന് മാറ്റുവാനിടയാകണം. കർത്താവേ, ദൈവമേ, ഒരു വലിയ തീ, ഹല്ലേലൂയ, സ്തോത്രം, ദേശങ്ങളിൽ കത്തിയെങ്കിൽ മാത്രമേ ദൈവമേ ശത്രുവിന്റെ ദൈവമേ എതിരായി നിൽക്കുവാനുള്ള ആയുധമായി തീരുവാൻ അനേകരുടെ ജീവിതങ്ങൾക്ക് കഴിയുള്ളൂ. ദൈവമേ, ഈ മീറ്റിംഗ് മുഖാന്തരം അനേകർക്ക് നന്മയായി തീരുവാന്, അനുഗ്രഹമായി തീരുവാന്, നന്മ ചെയ്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ വിശുദ്ധിയെ കാത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവം ഈ ഭൂമിയിൽ അടിയങ്ങൾക്ക് നൽകി തന്നടിയങ്ങളെ ബലപ്പെടുത്തണം. ശക്തനാക്കുന്നവൻ മുഖാന്തരം ഏഴുകൾക്ക് ശക്തരായി തീരണം. കർത്താവേ, ദൈവമേ, നന്ദിയോടെ വാഴ്ചന്നു. കടന്നു വരുന്നവരെ പ്രത്യേകാലോർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവേ, ഈ പ്രയർ മീറ്റിംഗില് ശുശ്രൂഷയിലെ ഓരോ ആഴ്ചയിലും കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങളെ താഴ്ത്തുന്നു. കർത്താവേ, അടിയങ്ങളുടെ മഹത്വമല്ല, അവിടുത്തെ മഹത്വം കർത്താവേ തെളിയുന്ന അനുഭവത്തിലൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അവിടുത്തെ രാജ്യമടിയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ ഹിതം ചെയ്യുവാൻ അവിടുത്തെ സന്നിധിയിൽ ഈ ഭൂമിയില് ദൈവമേ ഏഴുകളെ സകലതും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് അനുസരിക്കാമെന്നുള്ള വാഗ്ദത്വം ഏറ്റെടുത്തുകൊണ്ട് സകല മഹത്വം അങ്ങേക്ക് തന്നെ അർപ്പിക്കാമെന്ന് പറഞ്ഞ് അവിടുത്തെ സന്നിധികളായിരിക്കുന്ന കർത്താവെ എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തിയാട്ട് മഹത്വം അവിടുന്ന് എടുക്കണം. ആദിയോടന്തമടിയങ്ങളെ ഭരിച്ചു നടത്തണം. ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്ന നാഥാ കരുണയോടെ കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ, 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 ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇപ്പോൾ രാജുഭാഷും കുടുംബവും ഒരു പാട്ടുപാടിയാട്ട് ബാക്കിയുള്ളവരെല്ലാം മ്യൂട്ട് ചെയ്ത് അവരോട് ചേർന്ന് നമുക്ക് പാടാം. പ്രൈസ് ലോർഡ്. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ താൻ മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാമേ നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നോരംഗമേയനൂദിനാവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, തന്റെ ദൈവമെന്ന തിരശീല സിന്ധി സമമോ
മോക്ഷമാർഗം തുറന്നു തന്റെ സ്നേഹമെന്ന തിരശീല ചിന്തി മോക്ഷമാർഗം തുറന്നു എന്നുള്ളമേ സ്തുതിക്കാം നീ അരനെ താൻ മകൾക്കായി സ്തുതിക്കാമെന്നരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം പാപരോഗത്താൽ നീ വലഞ്ഞു പാപരോഗത്താൽ നീ വലഞ്ഞു എല്ലും ആശയില്ലാതാനോ വേണിടുമ്പോൾ തിരുമേനി എല്ലാം ഭാഗിച്ചു അതിൽ നിന്റെ വ്യാധി ഭാഗിച്ചു പാടി പുകട്ടാം നന്ദിയോടെ പാടി പുകട്ടാം പല ചോദനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ പല ചോദനകൾ വരുമ്പോൾ ഭാരങ്ങൾ നിന്നെ സൂക്ഷിച്ചോ എന്റെ ഭാരമോ നിന്നെ സൂക്ഷിച്ചൊരു കാതരല്ലോ എന്റെ മകൾക്കായി ചോദിക്കാം അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം ആവിനാല നിറച്ചു പകർന്നു ആത്മാവിനാല നിറച്ച് പകർന്നു വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു നന്ദിയോടെ പാടി നന്ദിയോടെ പാടി പുരലോക സുഖം കഴിഞ്ഞു എന്നെ തേടി വന്ന സുഖം കഴിഞ്ഞു എന്നെ തേടി വന്ന തന്റെ തന്റെ ദേഹമെന്ന തിരശീലമേ സ്തുതിക്കാം മകൾക്കായി ചോദിക്കാം എന്നരംഗമേ ദിനവും പാടി പുകഴ്ത്താന്തരംഗമേ അനുദിനവും നീയോ പാടി പുകഴ്ത്താം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണു പോകാതെ മേഘസ്തംഭമായി ആഗനിക്കുണ്ട് ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഗനിക്കുണ്ട് കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നും എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്
എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ മാടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഗനിക്കുണ്ട്. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. ആമേൻ. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ഒന്ന് മാത്രം എന്നേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. ചേർന്ന് പാട. എന്നെ തെരഞ്ഞെടുപ്പാൻ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരിക്കൽ കൂടെ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ,
കൃപയൊന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലാതെ, കൃപയൊന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദിയുടെ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു പ്രെയർ മീറ്റിംഗ് ആയിട്ട് കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേക USA നിന്നുമൊക്കെ പങ്കെടുക്കുന്നതായ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം ഞാനിവിടെ അറിയിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിക്കുവാൻ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളുടെ ഉള്ളിൽ പ്രേരണ കൊടുത്തു. അതനുസരിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കുവാനിടയായി തീർന്നല്ലോ. ഇന്ന് ഈ സൂമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യത്തിൽ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവുമാക്കി തീർത്തിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുവല്ലോ. ഈ വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, നമ്മൾ വെറുതെ ഈ വേദിയിൽ വന്നതല്ല, മറിച്ച് ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. നമ്മൾ ഒരിക്കൽ വെളിച്ചമില്ലാതെ അന്ധകാരത്തിൽ കഴിഞ്ഞവരാണ്. എന്നാൽ ഇന്ന് നമ്മൾ വെളിച്ചമുള്ളവരായിട്ട് ദൈവത്തെ സ്തുതിപ്പാൻ, രാജകീയ പുരോഹിത വർഗമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാക്കിയതിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയപ്പെടുന്നത് ഏവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. സമയപരിധി കാരണത്താല് എന്നെ കടന്ന് എൻ്റെ വാക്കുകൾക്ക് ഞാൻ പുഷ്ടപ്പെടുവാൻ കർത്താവ് ക്ഷണപ്പെടുകയാണ്. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത പാസ്റ്റർ CK തോമസ് അവരുകൾ ഗവേണിംഗ് ബോർഡ് അംഗമാണ്. താൻ വൈസ് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. UPCയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ദൈവദാസനാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് സ്വാഗതം അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നല്ലൊരു പാട്ടുപാടി നമ്മളെ മൊത്തത്തിൽ സഹായിക്കുകയും ആത്മീയ ഉണർവ് പകരുകയും ചെയ്ത ബഹുമാന്യനായ കർത്താവദാസൻ പാസ്റ്റർ ഷിബു ജോൺ അവരുകളോട് പ്രത്യേകമായ നന്ദി ഞാനിവിടെ അറിയിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് UPCയുടെ എല്ലാമായി നമ്മുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്ന ബഹുമാന്യനായ കർത്താവദാസൻ ബ്രദർ ബാബു പറയത്തുകാടിൽ അവരുകളാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്തുണ്ടായതായ വെളിപ്പാടിന്റെ മുമ്പിലാണ് നമ്മൾ ഈ സൂമിൽ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. UPC എന്ന് പറയപ്പെടുന്ന സംഘടന തൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിക്കൊടുത്ത ദർശനത്തിന്റെ മുമ്പില് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്നതായ ഒരു സംഘടന രൂപീകരിക്കണമെന്നും ഇന്ത്യയിൽ പീഡനം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കടന്നു എന്ന്, അല്ലെങ്കിൽ അവിടെയൊക്കെ എത്താവുന്നിടത്തൊക്കെ എത്തി അവിടെയുള്ള പീഡിപ്പിക്കുന്നവർക്ക്, പീഡകർക്ക് വേണ്ട ആശ്വാസം നൽകുവാനും കൈത്താങ്ങൽ നൽകുവാനും ഒക്കെയുള്ളതായ വലിയ സംരംഭം താൻ ഈ പദ്ധതിയിലേക്ക് വരേണ്ടതായത്. ഇന്ന് ഈ മീറ്റിംഗ് താൻ ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹവും വാത്സല്യവും വളരെ വളരെ കൂടുതലാണ്. ഏതാണ്ട് 35 വർഷമായിട്ട് കാണുവാനും കേൾക്കുവാനും അറിയുവാനും ആത്മീക ബന്ധത്തിന്റെ ആരംഭം കുറിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് ഒന്നിച്ചിടയാക്കിയതാണ്. ഈ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിലെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക്, പ്രാർത്ഥനാ മീറ്റിംഗിലേക്ക് ബഹുമാന്യനായ UPCയുടെ ദേശീയ പ്രസിഡന്റിനെ
ഹാർദമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായ മെസ്സേജ് നൽകി തരുന്നത് UPCയുടെ USA പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ K. വർഗീസ് അവറുകളാണല്ലോ. അദ്ദേഹത്തിൽ നിന്ന് നല്ല ആലോചന തുറമാനം കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ മാന്യ ദൈവദാസനെ UPCയുടെ പേരിലുള്ളതായ പ്രത്യേകമായ സ്വാഗതം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. തുടർന്ന് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗവേണിംഗ് ബോർഡ് അംഗമുണ്ട്, ഡിസ്ട്രിക്റ്റിന്റെ ഭാരവാഹികളുണ്ട്, താലൂക്ക് ഭാരവാഹികളുണ്ട്. കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് ഇതര രാജ്യങ്ങളുമായിരിക്കുന്ന ബഹുമാന്യരായ ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ UPCയുടെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മളേവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിൽ അതിൻ്റെ ഉദ്ഘാടന പ്രസംഗകനായിട്ട് നാം ക്ഷണിച്ചിരിക്കുന്നത് UPCയുടെ ദേശീയ പ്രസിഡന്റാണ്. അദ്ദേഹം തുടർന്നുള്ളതായ സമയങ്ങൾ നമുക്ക് വേണ്ടതായ നിർദ്ദേശങ്ങളും ആലോചനകൾ നൽകിത്തരും. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഏറ്റവും UPCയുടെ ശ്രേഷ്ഠനായ ജനറൽ സെക്രട്ടറി പാസ്റ്റർ സാമുവൽ തോമസ്, അതിന്റെ വൈസ് പ്രസിഡന്റ് രാജു കുഴിമറ്റം, വൈസ് പ്രസിഡന്റ് CK തോമസ്, അതുപോലെ തന്നെ നമ്മുടെ ട്രഷറർ സുരൻ സീനായി, ജോയിന്റ് സെക്രട്ടറിമാരായ സാബു ജോണ്, അനൂപ് മാവേലിക്കര, പുന്നൂസ് തൊടുപുഴ, നമ്മുടെ ബഹുമാനപ്പെട്ട UPയുടെ പ്രസിഡന്റ് ഗോസ്ബൽ TVയുടെ MDയുമായ സാജിദ് തോമസ്, ഈ സൂമില് സന്നിധിയിലായിരിക്കുന്ന സംസ്ഥാന ഭാരവാഹികള്, ജില്ലാ ഭാരവാഹികള്, താലൂക്ക് ഭാരവാഹികള്, മറ്റ് അംഗങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സാമുവൽ തോമസ് എൻ്റെ ആത്മീയ ഗുരുവാണ്. എൻ്റെ കുടുംബത്തെ മുഴുവൻ സ്നാനപ്പെടുത്താൻ ആ ദൈവദാസന് ഭാഗ്യം ലഭിച്ചു. ഞാൻ ഓർക്കുന്നു, ആ ദൈവദാസനെയൊക്കെ ദൈവം നേരത്തെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. വളരെ കുറെ നാൾ ഞങ്ങൾക്ക് വലിയ ബന്ധങ്ങളില്ലാതിരുന്നെങ്കിലും പിന്നെ ഈ പ്രോഗ്രാമിൽ കൂടെ പരിചയപ്പെടാനും ആത്മീയ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുവാനും ദൈവം സഹായിച്ചു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ രക്ഷിക്കപ്പെട്ടു വന്നതിന് ശേഷം ദൈവമക്കൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ദൈവം എൻ്റെ മനസ്സിൽ തന്നു. അത് ഞാൻ പലരോട് ഷെയർ ചെയ്തു. അതിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടൊന്നും അത് ശരിയാകാതെ വന്ന് ദൈവം തക്ക സമയത്ത് അതിനനുയോജ്യമായ ദൈവദാസന്മാരെ എനിക്ക് കൂട്ടിത്തന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങൾ 9 പേരടങ്ങുന്ന ഒരു ഗവേണിംഗ് ബോർഡ്, ഞാൻ വീണ്ടും പറയുന്നു, വളരെ സന്തോഷം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭോ എത്ര മനോഹരം എന്ന ദൈവവചനം പറയുന്നത് പോലെ ആ വചനത്തിനൊത്തവണ്ണം 9 പേർ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ സ്നേഹത്തോടെ കരുതലോടെ പോവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പ്രസംഗിക്കുന്നത് പോലെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പ്രസംഗിക്കുന്നത് പോലെ നമ്മുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ അതൊരു ദൈവത്തിന് പ്രസാദകരമാകത്തുള്ളൂ. പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ 25 ലക്ഷം പെന്തിക്കോസ് വിശ്വാസ സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. എങ്കിൽ തന്നെ അതിനകത്ത് നല്ലൊരു ശതമാനം ആൾക്കാരും വളരെ ഭാരത്തിലും പ്രയാസത്തിലുമാണ് കഴിയുന്നത്. ദൈനംദിനം അനേക ദൈവദാസന്മാരെ ഞങ്ങളെ വിളിക്കുകയും അവരുടെ ഭാരങ്ങള്, അവരുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങള്, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങള്, വിദ്യാഭ്യാസങ്ങള്, രോഗങ്ങള്, ഭവനമില്ലാത്ത അനേക വിഷയങ്ങള് ഞങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് സത്യത്തിൽ വളരെയധികം ഭാരങ്ങൾ തോന്നാറുണ്ട്. എങ്കിലും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഞങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന് കേരളത്തില് നിരന്തരം നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ വിശേഷിപ്പിക്കുന്നെങ്കിലും കേരളത്തിൽ വളരെ ഗുരുതരമായ സംഭവങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരു സൂമിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ കേരളത്തിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് നമ്മൾ ആരും കരുതരുത്. നമ്മുടെ ആരാധനാലയങ്ങൾക്കെതിരെ, നമ്മുടെ ദൈവദാസന്മാർക്കെതിരെ, നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമുക്ക് സുവിശേഷം പറയാൻ വയ്യാത്ത രീതിയിലുള്ള വിഷയങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം
തകഴിയിലെ ക്രിസ്മസ് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു കത്തോലിക്ക വിശ്വാസി വന്ന് ആ സഭയിലെ ദൈവദാസനെയും ദൈവ മക്കളെയും അവിടുത്തെ വിശ്വാസികളെയൊക്കെ അടിച്ചു തകർത്ത വലിയ വിഷയങ്ങളുണ്ടായി. ഇതുപോലെ നിരന്തരം വിഷയങ്ങൾ ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. കൃപയാൽ നമുക്ക് ഈ എല്ലാ വിഷയങ്ങളും പരിഹരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ സംഘടനയുടെ ഐക്യവും കരുതലും സ്നേഹവും കൊണ്ട് മാത്രമാണ് നമ്മൾ എവിടെ ചെന്ന് തൊട്ടാലും അതിന്റെ പിന്നിൽ ഒരു ദൈവശക്തിയുണ്ട്, ദൈവത്തിന്റെ സഹായമുണ്ട്, ദൂതന്മാരുണ്ട് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഒരിടത്തും തോക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഇത് പോകുന്നുണ്ട്. ഇത് കേരളത്തിൽ ശക്തമാകണം. ഈ ജനുവരി 28 നമ്മുടെ ഒരു സംഗമം നമ്മളെ തിരുവല്ലയിൽ വെച്ച് നടത്തുന്നുണ്ട്. എല്ലാവരെയും ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ക്രിസ്ത്യൻ മിഷണറിയായ ഗ്രഹാം സ്റ്റീലും ഫാദർ സ്റ്റാൻലി സ്വാമിയുടെയും പേരില് പെന്തിക്കോസ് സമുദായത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ച 2 ദൈവദാസന്മാരെ ആദരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ 28 ആ മീറ്റിംഗ്, അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങളെ പുറകാലെ അറിയിക്കും. അതിനകത്ത് എല്ലാവരും വന്ന് പങ്കാളികളാകണം. തിരുവല്ല ഡിവൈൻ മിനിസ്ട്രിയിൽ വെച്ചാണ് നടക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പുറകാലെ അറിയിക്കും. നമ്മുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തരുന്ന സമയത്ത് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുക, ദൈവമക്കൾക്ക് വേണ്ടി നിൽക്കുക. നമുക്കറിയാം ഇന്ന് കേരളത്തില് നമ്മൾ 25 ലക്ഷം വരുന്ന ഒരു സമുദായം ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ പൂർവികരെ നമ്മളെ അന്ന് പഠിപ്പിച്ച പാഠങ്ങള് പ്രാർത്ഥിക്കുക, ബൈബിള് വായിക്കുക, വീട്ടിയിരിക്കുക. പക്ഷെ ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മളെ ശബ്ദമുയർത്തേണ്ട ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് സ്കൂളുകളില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനില്ല. സാമ്പത്തികമുള്ളവർക്ക് നല്ല നല്ല സ്കൂളുകളിൽ പോകാം. നമ്മുടെ മീഡിയം അല്ലെങ്കിൽ താഴേക്കുള്ള വരുന്നവർക്കൊക്കെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അടിസ്ഥാനം ഇല്ല, ആശുപത്രികളില്ല. നമ്മുടെ സമൂഹത്തിലെ ഞാൻ എന്നും ആഗ്രഹിക്കുന്ന പോലെ IPS, IAS മജിസ്ട്രേറ്റ് ഇല്ല. ഇപ്പൊ വക്കീലന്മാരൊക്കെ ആയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായി. അടുത്ത തലമുറ കേരളത്തിൽ ശക്തമായി നമ്മുടെ സമുദായത്തിന്റെ അംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് വാദിക്കുവാനും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും വേണ്ടി നമ്മൾ പൊരുതണം. നമ്മളെ മറ്റുള്ളവരെ പോലല്ല, നമ്മൾ പ്രാർത്ഥിക്കുകയും സംഘടിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ കാലാകാലഘട്ടങ്ങളിൽ അതാത് ഗവൺമെന്റിനെ അറിയിക്കാനുള്ള ഇച്ഛാശക്തിയുള്ളവരായി പെന്തിക്കോസ് സമൂഹം മാറണം എന്നാണ് നമ്മുടെ UPCയെ സംബന്ധിച്ചോളം നമുക്ക് പറയാനുള്ളത്. UPC കേരളത്തിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ദൈവകൃപയാൽ നമുക്ക് അമേരിക്കയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് K. വർഗീസ് പാസ്റ്ററാണ് അമേരിക്കയിലെ ചുമതല വഹിക്കുന്നത്. അതുപോലെ UK-യിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് UP-യിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സാജു തോമസ് പാസ്റ്ററാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, പ്രാർത്ഥന. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് UPCക്ക് വേണ്ടിയും ഭാരവാഹികൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്നിവിടെ തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് എല്ലാ ആഴ്ചയിലും ഇതേ സമയത്ത് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യും. ഇതിനകത്ത് തുടക്കമായി ഇതിന്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ആയിരിക്കും അടുത്ത പ്രാവശ്യം ഇത് വചന ശുശ്രൂഷ ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ വൈസ് പ്രസിഡന്റുമാര്, ട്രഷറർമാര്, ജോയിന്റ് സെക്രട്ടറിമാര്, ഇവർ 8 പേരും വചന ശുശ്രൂഷ ചെയ്യുന്നതിന് ശേഷം നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും UPCയുടെ മെമ്പർമാരായിട്ടുള്ള എല്ലാവർക്കും ശുശ്രൂഷിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഒരുക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്ന പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നത്, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന അനേക ദൈവദാസന്മാർ അറിയപ്പെടാതെ ഒരു കോണിൽ അവരെ തള്ളിയിടുമ്പോൾ അവരെ ഏറ്റവും മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ശുശ്രൂഷ വെളിപ്പെട്ട് വരണം. അനേകര് ദൈവത്തെ അറിയണം. ഇന്നും ഈ കേരളത്തിൽ എത്ര ശതമാനം ആൾക്കാർ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്? അപ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഈ നമ്മുടെ സഹോദരിമാരാണേലും സഹോദരന്മാരാണേലും നല്ല ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഈ വേർകൃത്യം കാരണം അവർക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. വേദികൾ കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ UPC അവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ്. നിങ്ങൾക്ക് ശുശ്രൂഷിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫോട്ടോ സഹിതം ജനറൽ സെക്രട്ടറി ഏൽപ്പിക്കുവാണെങ്കിൽ അത് ആ സമയാസമയങ്ങളിൽ ഈ നമ്മുടെ സൂമിൽ കൂടെ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. വചന ശുശ്രൂഷയാണ്. ഇടയ്ക്ക് എനിക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം ഇതിനകത്ത് കാണും. അതിനുശേഷം എല്ലാവരും ഇത് തീരുന്നിടം വരെ ഇരുന്ന് പ്രാർത്ഥനയോടെ നിന്ന് ആ വചന ശുശ്രൂഷ കേൾക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ദൈവം തമ്പുരാൻ ഒരുക്കി തന്നു. ദൈവത്തിന് ഞാൻ സ്തുതി കരയേറ്റുന്നു. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ
ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ മീറ്റിങ്ങില് നമ്മുടെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിന്റെ നാഷണൽ വുമൺ സഹോദരി സമാജ നാഷണൽ പ്രസിഡന്റ് പ്രൊഫസർ ആലീസ് മാണി ഉണ്ട്. സിസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പാസ്റ്റർ എം തോമസ്, ഹരിയാന, നമ്മുടെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിന്റെ ഹരിയാനയുടെ ഒരു പ്രതിനിധിയായിട്ട് മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ ദീർഘവർഷങ്ങളായി ഹരിയാനയിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ എം തോമസ് നമ്മുടെ ഒപ്പമുണ്ട്. അത് ഗവേണിംഗ് ബോഡിയുടെ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മുടെ ഹരിയാനയുടെ പ്രതിനിധിയായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അതായത് ഈ മൊബൈല് വെക്കുമ്പോൾ ഇങ്ങനെ നേരെ വെക്കാതെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, എല്ലാവരും അവരുടെ വീഡിയോ ഒന്ന് ഓണാക്കുവാണെങ്കിൽ അത് നന്നായിരിക്കും. ഒരാൾ പ്രസംഗിക്കുമ്പം മറ്റുള്ളവർ മ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഡിസ്റ്റർബ് ഉണ്ടാകാതിരിക്കും. ഇത്രയും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആരെയും വിട്ടുപോകാൻ പാടില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് പേരുകള്, ഈ ഫോണിന്റെ താഴെ ആരുടെയും പേരുകൾ കാണുന്നില്ല പലരുടെ. അതുകൊണ്ട് ആരാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒരു പ്രായോഗികമായിട്ട് എടുക്കണം. കാരണം ഞാൻ സൂം മീറ്റിംഗ് ഒരുപാട് നടത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരാളെ കണ്ട് ഐഡന്റിഫൈ ചെയ്യാനോ അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാഗതം പറയുവാനോ ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരവസരം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ പേരുകൾ കണ്ടാണ് നമ്മൾ പലപ്പോഴും, ഇപ്പൊ പലരും പേര് വെച്ചിട്ടില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. അടുത്തത് നമ്മുടെ ജനറൽ സെക്രട്ടറി അതിനെക്കുറിച്ച് പറയും. അടുത്ത പ്രോഗ്രാമിലേക്ക് അടുത്ത ആളെ ക്ഷണിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമ്മുടെ ടൈം ഒത്തിരി മുന്നോട്ട് പോയത് കൊണ്ട് ഷോർട്ടായിട്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമുള്ളൂ. പാസ്റ്റർ കുഴിമറ്റം, രാജു കുഴിമറ്റം അവറുകളാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. 10 മിനിറ്റ് സമയമുണ്ട്. ഓക്കെ, പാസ്റ്റർ രാജു കുഴിമറ്റം. ഓക്കെ, കേൾക്കാമോ? കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. സർവ്വസനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല രാത്രി വേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിന്റെ കർത്താവിന്റെ സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങളുടെ ദാസന്മാരാകുന്ന അടിയങ്ങൾക്ക് കൂടി വരുവാൻ പ്രാർത്ഥിക്കുവാൻ ലഭിച്ച നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ഈ സംരംഭത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ. ഇതിന്റെ ചുമതലക്കാരായ എല്ലാ ദൈവദാസനായി ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏറിയ ദൈവകൃപ അവിടെ മേൽ പിന്നെ പ്രാർത്ഥിക്കുന്നു. 2025 എന്ന വർഷം അടിയങ്ങളെ വിട്ട് കടന്നുപോയി. അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്നെല്ലാം ദൈവം അടിയങ്ങളെ വിടുവിച്ചു. കർത്താവെ, ഞങ്ങളുടെ ദയക്കായി, ഞങ്ങളുടെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതിയ വർഷത്തിന്റെ പ്രാരംഭ ആഴ്ചയിൽ തന്നെ കർത്താവെ, ഞങ്ങളുടെ സന്നിധിയിൽ കൂടി വരുവാൻ, അല്പസമയം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കർത്താവെ ദൈവത്തെ ശ്രമിപ്പാനൊക്കെ തന്ന നല്ല നിമിഷത്തിനായി സ്തോത്രം. ഈ പ്രവർത്തനത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കർത്താവെ ദേശീയ പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, ദേശീയ ജനറൽ സെക്രട്ടറിക്കായി പ്രാർത്ഥിക്കുന്നു, അവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കുകയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തന്നെ പിന്നെയും കരങ്ങളിലെടുത്ത് ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ അതേ നാളോളം അതിനെ തികയ്ക്കണമെന്ന് തിരുവചനം പറയുന്ന പോലെ അടിയങ്ങളുടെ പ്രാർത്ഥിക്കനുസരിച്ച് കർത്താവെ പ്രേക്ഷിത വേലയുടെ ഭാഗമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഈ പ്രസ്ഥാനം അത് രാജ്യത്തുള്ള ദൈവജനത്തിന് ആശ്വാസമായി തീരണം, അനുഗ്രഹമായി തീരണം. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലെ കഷ്ടത അനുഭവിക്കുന്ന അനേകരുണ്ട്.
കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് പ്രതികൂലത്തിലായിരിക്കുന്നവരുണ്ട്, ജയിലിലായിരിക്കുന്നവരുണ്ട്, കേസുമായി ബന്ധപ്പെട്ട് അതേ മുൻപോട്ട് പോകാൻ കഴിയാത്ത അനേക ദൈവജനമുണ്ട്. അതെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞ ആ വചനം ഈ രാത്രി അടികൾ ഓർക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കാലാകാലങ്ങളിലായി ദേശത്തിന്റെ വിവിധ ഇടങ്ങളില്, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളില് കർത്താവെ, ഞങ്ങളുടെ വേല ചെയ്യുന്ന എല്ലാ കർത്തൃവൃത്യന്മാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരെയും സഹായിക്കണമേ. രോഗികളായിരിക്കുന്ന അനേകരുണ്ട് കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യാതെ മാർഗമില്ലാത്ത അനേകരുണ്ട് കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്. എല്ലാവരെയും ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ധനവും മാനും പുരാതന സമ്പത്തും നീതിയും അങ്ങയുടെ ഇന്ന് രാത്രി കർത്താവെ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. തുടർന്ന് കർത്താവെ, അതേ വചന ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. ശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ദൈവീയ ആലോചനയാൽ ദൈവം തന്നെ അഭിഷേകം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സൂം മീറ്റിംഗിന്റെ പ്ലാറ്റ്ഫോമിൽ വീക്ഷിക്കുന്ന എല്ലാ ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ അതേ സ്തോത്രനേക ജനം ഇത് വീക്ഷിക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും സ്വർഗ്ഗദൈവം സഹായിക്കണമേ. കൃപ കൂടിയിരിക്കണം. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പക്ഷേ സമയം ഉണ്ടെങ്കിൽ നമ്മുടെ വുമൻസ് കൗൺസിലിന്റെ നാഷണൽ പ്രസിഡന്റ് 2 മിനിറ്റ് കൊടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ, സമയമുണ്ട് 5 മിനിറ്റ് സമയമുണ്ട്. 2 മിനിറ്റ് പുള്ളിക്കാരത്തിയോടെ വരട്ടെ. എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. പറഞ്ഞാട്ടെ, ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? യെസ്, കേൾക്കാം. എൻ്റെ പേര് ആലിസ് മാണി. ഞാൻ എറണാകുളത്ത് IPCയിലെ മെമ്പറാണ്. IPC എബ്രോൺ ചർച്ചിന്റെ മെമ്പറാണ്. ഞാൻ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ വർക്ക് ചെയ്തത് കാക്കനാട്, തൃക്കാക്കര, എറണാകുളത്ത് ഭാരതമാതാ കോളേജിലാണ്. അവിടുത്തെ റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. ഞാനൊരു മിഷൻ പ്രവർത്തനവുമായി വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബീഹാറിലായിരുന്നു ഏറ്റവും ലാസ്റ്റ്. ബീഹാറിലും മേഘാലയയിലും അസാമിലുമായിരുന്നു ലാസ്റ്റ് ഞാൻ വേല ചെയ്തത്. ഇപ്പം ഞാൻ നാട്ടിൽ വന്നു. ഈ ഫെബ്രുവരി 2-ാം തീയതി വീണ്ടും ഞാൻ ബോംബെക്ക് പോകുന്നു. തുടർന്ന് ഗുജറാത്തിലേക്ക്. എല്ലാം ദൈവവേലയുമായിട്ട് മിഷൻ ഫീൽഡുമായിട്ട് പോവുകയാണ്. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ സത്യസുവിശേഷം കേൾക്കണം, കേൾക്കാത്തവരുടെ കാതിൽ പതിക്കണം, അവരത് കേട്ട് വിശ്വസിച്ചു രക്ഷയിലേക്ക് വരണം. അല്ലായെങ്കിൽ ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. നിന്നോട് പറഞ്ഞ സുവിശേഷം നീ എന്താ അവരോട് പറയാതിരുന്നത്? നീ പറയാതിരുന്നിട്ടല്ലേ അവർ കേൾക്കാതിരുന്നത്? ആ ഒരു കണക്ക് നമ്മൾ ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടി വരും എന്ന ആ വ്യക്തിഗതമായ ഒരു ചിന്തയാണ് എന്നെ ഈ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങാൻ പര്യാപ്തമാക്കിയത്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വേലയ്ക്ക് ഇറങ്ങിയത്. ഇന്ന് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നു. നിങ്ങളെല്ലാം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ ഭാരപ്പെട്ടിരുന്ന ചർച്ചിൽ പോയി പ്രാർത്ഥിച്ച ഒരു വിഷയമാണ്. അപ്പോഴാണ് അത്ഭുതകരമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ദൈവം കൃപ ചെയ്തത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ അതിസമൃദ്ധമായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ മഹാമാരി ദൈവം ചൊരിയട്ടെ. ദൈവം നമ്മളെ നാൾക്കുനാൾ ഭാരതം മാത്രമല്ല, എവിടെയെങ്കിലും സുവിശേഷം എത്താതിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്തി. എൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ പിതാവിനെ അറിയൂ എപ്പോഴാ വരുന്നത് എന്ന്. പിതാവ് ആരെയോ കൂടി നിർണയിച്ചിട്ടുണ്ട്, അവരും കൂടി വരണം. അത് നമ്മളായിരിക്കും ഒരുപക്ഷെ പറയേണ്ടി വരുന്നത്. അതിനായിട്ട് നമ്മളെ സമർപ്പിക്കാം. എല്ലാവരും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഇനി നമുക്ക് സമയമുണ്ടോ? 2-3 മിനിറ്റ് കൂടെ. 3 മിനിറ്റ് സമയമുണ്ട്. 3 മിനിറ്റ്. നമ്മുടെ ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ ആരെങ്കിലും ഈ 3 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാല്, ആശംസകളോ എന്തെങ്കിലും 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ പറയുക. അനൂപ് പാസ്റ്ററും CK തോമസും അല്ലേ ഒന്നും തോന്നുന്നു. അല്ല, നമുക്ക് ഈ വചന ശുശ്രൂഷ കഴിഞ്ഞ് നമുക്ക് സമയം എടുക്കാൻ കുഴപ്പമില്ല. ഇതിപ്പം എന്നാ കുഴപ്പമില്ല, ഞാൻ 10 മണി വരെയാണ് ലിങ്ക് ചെയ്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. കേട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ ആ ദൈവത്തിനെ സംസാരിക്കുന്ന സാറിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. അതിനുശേഷം അതിന്റെ ഔദ്യോഗിക ഭാരവാഹികൾ ക്ഷണിക്കുക. നമ്മളോടൊപ്പം ആയിരിക്കുന്നത് സുവിശേഷകൻ K. വർഗീസ്.
അദ്ദേഹത്തിന്റെ വീട് ഇതുപോലെ കേരളത്തിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. എന്നാൽ ആലപ്പുഴ ജില്ലയിലാണ്. ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ. ഈ അച്ചായനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ദീർഘവർഷങ്ങളായി, ഏതാണ്ട് 35-ലധികം വർഷങ്ങളായി അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നു. 5000-ലധികം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട്. അതോടൊപ്പം തന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരു ഗ്രന്ഥകാരനാണ്. അതിലുപരി നല്ലൊരു സുവിശേഷ സ്നേഹിയും ജീവകാരുണ്യ പ്രവർത്തനമാണ്. പറയരുതെന്നാണ് പറഞ്ഞെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയണം, അച്ഛൻ ക്ഷമിക്കണം. ഒരുപാട് സുവിശേഷന്മാരെ സഹായിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഉത്തർപ്രദേശിൽ ഞാൻ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ കമ്പിൾ വിതരണമൊക്കെ നടത്തിയതൊക്കെ അച്ചായന്റെ യൂറോപ്പിലാണ്. അതെനിക്ക് വലിയ സന്തോഷമുണ്ട്. വളരെ സുവിശേഷ സ്നേഹിയായ ഒരു വ്യക്തിയാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തൻ്റെ 2 മക്കൾ അമേരിക്കയിലെ സുവിശേഷകരാണ്. അച്ചായന്റെ മക്കള് പാസ്റ്റർ ആയിരിക്കുന്ന സഭയിൽ തന്നെ 5000-ലധികം വിശ്വാസികളുണ്ട്. ഒരു അമേരിക്കൻ ചർച്ചിൽ 5000-ഓളം സഭ വിശ്വാസികളുള്ള, അതും വൈറ്റ്സിന്റെ, അതായത് അമേരിക്കൻ ആളുകളുടെ സഭ, 5000-ഓളം വിശ്വാസികളുടെ സഭയിലെ പാസ്റ്ററായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സാര കാര്യമല്ല. അങ്ങനെ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം വളരെ മാനിച്ച ഒരു ദൈവദാസനാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ ചാനലിൽ സ്ഥിരമായി ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുകയും ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഒക്കെ യുണൈറ്റഡ് പെന്റക്കോസ്റ്റൽ കൗൺസിലിന്റെ അമേരിക്കയുടെ രക്ഷാധികാരിയായിരുന്നു. പിന്നീട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു. അത് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷമാണ്. ചൈനയെ പോലുള്ള ആളുകളൊക്കെ ഈ സംഘടനയിൽ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വലിയ സന്തോഷകരമായ കാര്യമാണ്. ഇതാണ് സുവിശേഷൻ കെ വർഗീസ് അച്ചായന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. 1000-കണക്കിന് പ്രസംഗങ്ങൾ, ഗ്രന്ഥകർത്താവാണ്, നല്ല സുവിശേഷ സ്നേഹിയാണ്. സുവിശേഷത്തിന് വേണ്ടി എന്തും ഏതും, അതായത് ഇന്ത്യയിൽ വന്ന് കേരളത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് ട്രെയിനിൽ യാത്ര ചെയ്ത് പോകുന്ന സ്ഥലങ്ങളെല്ലാം സുവിശേഷ പ്രസംഗങ്ങൾ, ആഫ്രിക്ക, മറ്റ് വിദേശ രാജ്യങ്ങൾ ഒരുപാട് സന്ദർശിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഒരു ചെറിയ വിവരണം. അത് അത്രയും പറയണം, അതെന്റെ ഉത്തരവാദിത്വം, എന്റെ കടമയായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ബാബു സാറിനോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിക്കോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞതിന് ശേഷം അച്ചായനെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കാം. ജനറൽ സെക്രട്ടറി ഇതോടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിന്റെ പ്രധാന ഘടകം വചന ശുശ്രൂഷയാണല്ലോ. നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയെ ലഭിച്ചതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ അഥവാ UPCയുടെ പ്രവർത്തനങ്ങൾ ചെന്നെത്തുക എന്ന് പറയപ്പെടുന്നത് വളരെ അനുഗ്രഹം തന്നെയാണ്. ചുരുക്കം മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നിട്ട്. ഇത്രയും വിശാലമായ രീതിയിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് പ്ലാൻ ഉള്ളത് കൊണ്ടാണ് നാം ഇങ്ങനെ ഒരു വേണ്ടയായി തീർന്നത്. ശേഷാൽ ഇന്ന് വചനം സംസാരിക്കുവാൻ നാം ക്ഷണിച്ചിരിക്കുന്ന ബഹുമാനിയ കർത്താവിന്റെ ദാസൻ സുവിശേഷകൻ കെ വർഗീസ് അവറുകൾ, മോനച്ചാൻ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ദൈവദാസൻ, UPCയുടെ USA പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കർത്തദാസനാണ്. അദ്ദേഹം തുടർന്നുള്ള സമയങ്ങൾ നമുക്കായിട്ട് ഐശ്വര്യമായ ദൈവവചനം സംസാരിക്കും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ പ്രിയ ബാബു പറയത്തുകാട്ടില് സാജു ബി തോമസ്, ഇതിന്റെ സെക്രട്ടറി തോമസ് സാമുവേല്, ഇതിന് പ്രാർത്ഥന ലീഡ് ചെയ്ത് തുടങ്ങിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CK തോമസ്, ആലീസ് ഗൗരി, പാട്ടുപാടി അനുഗ്രഹിച്ച കർത്താവിന്റെ ദാസന്മാരെ 2 പേരും, എന്റെ ക്ഷണം സ്വീകരിച്ചു വന്ന യേശയ്യ പാസ്റ്റർ, നിങ്ങളെ എല്ലാവരെയും, അതുപോലെ തന്നെ എന്റെ ക്ഷണം സ്വീകരിച്ചു വന്ന പലരും ഇതിനകത്തിലുണ്ട്. എല്ലാവർക്കും, എല്ലാ സഹോദരന്മാർക്കും, ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും സ്നേഹ വന്ദനത്തെ ആദ്യമായി അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ്, എൻ്റെ ഞാൻ പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഒരുപാട് ദൈവദാസന്മാരുണ്ട്.
ആരും എന്നോട് ഒഫൻഡ് ആകരുത് എന്ന് ആദ്യം തന്നെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. കാരണം നിങ്ങൾ ആരും പ്രസംഗിക്കുന്ന രീതിയിലോ പഠിപ്പിക്കുന്ന രീതിയിലോ കേട്ടിട്ടുള്ള രീതിയിലോ ഒന്നും അല്ല എൻ്റെ പ്രസംഗവും എൻ്റെ ടീച്ചിങ്ങും എല്ലാം. അതുകൊണ്ടാണ് ഒഫൻഡ് ആകരുത് എന്ന് പറഞ്ഞത്. കാരണം ദൈവദാസന്മാർക്ക് പെട്ടെന്ന് ഒഫൻഡ് ആകുന്നത്, മറ്റുള്ളവർക്ക് അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പഠിപ്പിക്കുന്നത് ദൈവരാജ്യം എന്നുള്ള വിഷയമാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളതും. കർത്താവായ യേശു ഈ ഭൂമിയിൽ രാജാവായിട്ട് ജനിച്ചു, രാജാവായിട്ട് ജീവിച്ചു, രാജാവായിട്ട് മരിച്ചു, രാജാവായിട്ട് ഉയർത്തെഴുന്നേറ്റു, രാജാതിരാജനായിട്ട് കടന്നു വരുന്നു. അവന്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കടന്നു വരുന്നത്. ആ രാജ്യത്തിലേക്കാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ ആ രാജ്യത്തിന്റെ പ്രതിനിധികളാണ് ഇതിനകത്തിലിരിക്കുന്ന ഓരോ വ്യക്തികളും. നിങ്ങൾ ഇതിനകത്തിലിരിക്കുന്ന ഒരു മനുഷ്യരും സാധാരണക്കാരല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. ഞാന് ബാബു പറയത്തുകാട്ടില് എന്നെ വിളിച്ചപ്പോ എന്നോട് സാജു ബ്രദർ പറഞ്ഞ അനുസരിച്ച് വിളിച്ച സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഒരു മനുഷ്യനെങ്കിലും ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതിനകത്ത്. കാരണം ഇന്ന് നമ്മുടെ പെന്തക്കോസ് ഗോളം പോകുന്നത് വളരെ അരക്ഷിതാവസ്ഥയിലാണ്. മീറ്റിങ്ങുകളൊക്കെ ഇഷ്ടം പോലുണ്ട്, പ്രാർത്ഥനകൾ ഇഷ്ടം പോലുണ്ട്, ഒന്നും വർക്കൗട്ട് ആകുന്നില്ല എന്ന് മാത്രം. പണം ഇഷ്ടം പോലെ വാരി കോരി എറിയുന്നുണ്ട്. അത് ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പണം വരുന്നുണ്ട്. കേരളത്തിൽ വാരി എറിയുവാണ്, എറിഞ്ഞ് നടത്തുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും പ്രയോജനമുള്ളതായിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും 10 പൈസയുടെ പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? ഒരു മനുഷ്യരെങ്കിലും രക്ഷിക്കപ്പെടുന്നുണ്ടോ? ഒരു മനുഷ്യരെങ്കിലും സ്നാനപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ട് ഇതൊക്കെ വരുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ദൈവരാജ്യം ഘോഷിക്കപ്പെടുന്നുണ്ടോ? നമ്മൾ ആരും ഒരു സമൂഹത്തിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മതത്തിന്റെ വക്താക്കളല്ല, ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ദൈവവചനത്തിലൂടെ നടന്നാൽ നമുക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് റെക്കഗ്നൈസ് യുവർ അതോറിറ്റി ആൻഡ് ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. നിങ്ങളുടെ ഐഡന്റിറ്റിയും നിങ്ങൾ ആരാണെന്നും നിങ്ങളിൽ ദൈവം നിക്ഷിപ്തമായിരിക്കുന്ന അതോറിറ്റി എന്താണെന്നും മനസ്സിലാക്കുക. കാരണം ഇതിനകത്തിൽ ഇരിക്കുന്നവരാരും നിസാരക്കാരല്ല. യു ഹാവ് എ പവർഫുൾ വെപ്പൺ ഇൻ ദിസ് വേൾഡ്. നിങ്ങളെപ്പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ല. അത് ആദ്യം തന്നെ അറിയണം. ഞാൻ ഒരുപാട് പ്രസംഗിക്കുന്ന ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്. എല്ലാ ആഴ്ചയിലും എനിക്ക് ഒത്തിരി മീറ്റിങ്ങുകളുണ്ട്. ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഓഡിയൻസ് സഹോദരിമാരാണ്. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ സഹോദരിമാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ലേഡീസ്, സഹോദരിമാരാണ്. അവരെല്ലാം അടിച്ചമർത്തപ്പെട്ട് കിടക്കുകയാണ്. ഇവരെഴുന്നേറ്റാൽ ഇന്ത്യയിൽ സുവിശേഷം വളരെ സുഗമമായിട്ട് പോകും. ഇവരെഴുന്നേൽക്കണം. എഴുന്നേൽപ്പിക്കാത്തത് മറ്റാരുമല്ല, നമ്മുടെ സമൂഹം തന്നെയാണ്. അതുപോലെ മുമ്പേ പറഞ്ഞതുപോലെ ഈ എന്തുകൊണ്ട് ദൈവദാസന്മാര് ഒതുങ്ങിപ്പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ കൊടുത്തിരിക്കുന്ന പവറും അതോറിറ്റിയും അവർ എക്സർസൈസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ എന്നെ കേൾക്കുന്നവരെല്ലാം അത് എക്സർസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായാൽ നിങ്ങളിൽ കൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. എൻ്റെ നാട് പുത്തൻകാവ് എന്ന് പറയും. പുത്തൻകാവിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിലാണ് മുളക്കഴയുള്ളത്. 5 കിലോമീറ്റർ ദൂരെയാണ് കുമ്പനാടുള്ളത്. ഞാൻ പുത്തൻകാവിൽ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് 43 വയസ്സ് വരെ അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനാണ്. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലൊന്നും കുഴപ്പമുണ്ടായിട്ടാണോ പിന്നെ പെന്തക്കോസിലോട്ട് വന്നത്. ഞാൻ അമേരിക്ക വെച്ചാണ് പെന്തക്കോസ് വരുന്നത്. 1996 ഞാനൊരു മദ്യപാനിയായിട്ട് ജീവിച്ചു 10-20 വർഷം. ചെറിയ മദ്യപാനിയല്ല, നല്ല
എന്നെ ആ മദ്യത്തിന്റെ ലഹരി എന്തുമാത്രം ഞാൻ ഉപയോഗിച്ചോ അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ലഹരിയിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ എല്ലാവരിലും വ്യാപരിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ പുറത്തു കൊണ്ടുവരണം, അത് ഉപയോഗിക്കപ്പെടണം. ഈ പ്രസ്ഥാനത്തിലൂടെ നിങ്ങളെല്ലാം പവർഫുൾ വെപ്പണായിട്ട് മാറിയെങ്കിൽ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആദ്യമായിട്ട് ആരാണ് എന്നുള്ളത് കർത്താവിന്റെ ദാസൻ തോമസ് സാമുവേൽ ഒരു വാക്യം വായിച്ചു. ആ വാക്യം തന്നെ ഒന്ന് എടുത്താട്ട് 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് വായിക്കണം. അതിന് അവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മതി. താങ്ക് യു. ഇത് നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. എന്തിനാണ് രാജകീയ അഭിഷേകം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ കർത്താവിദാസൻ സാജു ബ്രദറിന്റെ മീറ്റിങ്ങിനകത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതൊക്കെയും പഠിപ്പിച്ചിട്ടുള്ളതൊക്കെയും നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും. എൻ്റെ വീഡിയോ ഉണ്ട്, അത് കൊച്ചൈപ്പ് വർഗീസ് എന്നുള്ളതാണ്. ഈ ഇദ്ദേഹത്തിന്റെ മീറ്റിങ്ങിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രാജാക്കന്മാർക്ക് മാത്രമേ ഭൂതങ്ങളെ പുറത്താക്കാൻ അനുവാദമുള്ളൂ. ആദ്യത്തെ ഭൂതത്തെ പുറത്താക്കിയത് ദാവീദാണ്. ശൗലിന്റെ മേൽ വ്യാപരിച്ച പൈശാചിക ശക്തി. യേശു കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്റെ ജനത്തെ വിളിച്ചിട്ട് ശുശ്രൂഷകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത്, ആദ്യം നിങ്ങൾ ഭൂതത്തെ പുറത്താക്കണം, പിന്നെ രോഗിയെ സൗഖ്യമാക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ലോകത്തിൽ നമ്മൾ പാർക്കുന്ന ദേശത്തെ ഭരണാധികാരികളുടെ മേൽ ദേശത്തിന് ചുറ്റും വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ ആരാണ് ശാസിക്കേണ്ടത്? ഈ ഇരിക്കുന്ന ഓരോരുത്തരുമാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമെന്ന് പറയട്ടെ, നമ്മളെല്ലാവരും കർത്താവിനോട് പറയും, കർത്താവെ നീ എങ്ങനെ ശാസിക്കണമേ എന്ന് പറയും. അതാണ് ഞാൻ കേട്ടേക്കുന്നത്. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഏരിയയിൽ നിങ്ങൾ ഇറങ്ങി നടക്കുക. ആ ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ, അതുപോലുള്ള ആ വാഴ്ചകളെ, അധികാരങ്ങളെ എല്ലാം നിങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരുവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ രാജാക്കന്മാർ ആരാണെന്ന്, രാജകീയ അഭിഷേകം എന്താണെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാൻ വേണം. ഒന്ന് റെവലേഷൻ 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കാൻ: നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമീൻ. അങ്ങനെയാണ് മലയാളത്തിൽ വായിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? KJVക്കകത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കിങ്സ് ആൻഡ് പ്രീസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? രാജാക്കന്മാരും പുരോഹിതന്മാരും. അപ്പം നിങ്ങൾ ആരാണ്? രാജാക്കന്മാരാണ്. രാജാക്കന്മാർ ഇന്ന് ബന്ധുക്കോസ് വന്നിട്ട് എന്തോ ചെയ്തോണ്ടിരിക്കുക? പറഞ്ഞ ആരെങ്കിലും ഒരാള് ഇന്ന് തെണ്ടിക്കൊണ്ടിരിക്കുക. തെണ്ടാനാന്നോ വിളിച്ചേക്കുന്നേ? അത് നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തു വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് വരുന്ന പ്രതികൂലത്തെ നിങ്ങൾ കീഴടക്കണം. എല്ലാ പ്രതികൂലത്തെയും കീഴടക്കാനുള്ള ശക്തി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കൊന്ന് കാണിക്കാം. റെവലേഷൻ 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നിർത്തിക്കാട്ട് ആദ്യം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. ഇറക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഓക്കെ, മതി. അടുത്ത പിന്നീട് വായിക്കാം. നിങ്ങൾ ഇനി നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചേ, എന്തിനാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയത്?
ഞാൻ യാക്കോബായി ജീവിച്ചിരുന്നു, അവിടെ എന്താ പ്രശ്നം ഉണ്ടായിരുന്നോ? ഞാൻ മർത്തോമായി ജീവിച്ചിരുന്നു, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഞാൻ കത്തോലിക്കയിലായിരുന്നു, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ഹൈന്ദവ മാർഗത്തിലായിരുന്നു, ഞാൻ മുസ്ലിം മാർഗത്തിലായിരുന്നു, അവിടുത്തെ എന്തോ പ്രശ്നം കണ്ടിട്ടാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ല, ഞാൻ വലിയ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ദുഃഖത്തിലായിരുന്നു, പ്രശ്നത്തിലായിരുന്നു. ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് എന്തിനാണ് ഇങ്ങോട്ട് വിലക്ക് വാങ്ങിക്കൊണ്ടുവന്നത്? കഷ്ടപ്പെടുത്താനാണോ? ആണോ? കഷ്ടപ്പെടുത്താനാണോ? ആണെന്നാണ് പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്നത്. ആര് പഠിപ്പിക്കുന്നത്? കഷ്ടപ്പെടുത്താനാണ് കൊണ്ടുവന്നത്. കർത്താവ് എന്നെ കഷ്ടത്തിലൂടെ നടത്തുന്നു. അപ്പൊ ആർക്ക് വിരോധമായിട്ട് സംസാരിച്ചത്? ദൈവത്തിന് വിരോധമായിട്ട്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങളെ വിലക്ക് വാങ്ങിയത് അവന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, അവൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ദൈവത്തെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയല്ല. ഇവിടെ കുത്തിയിരുന്ന് നമ്മളിപ്പോ ദൈവത്തോട് പറയണ, കർത്താവെ നീ ഇന്നതുപോലൊക്കെ ചെയ്യണം, നീ ഇന്നതുപോലെ എന്റെ മോന് കല്യാണം ആലോചിച്ച് കൊടുക്കണം, എന്റെ മോനെ കല്യാണം കഴിപ്പിക്കണം, എന്റെ സഭയെ നീ വിസ്താരമാർഗത്തിലേക്ക് കൊണ്ടുവരണം, കർത്താവെ നീ എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നേരെയാക്കി തരണം, എന്റെ ഭാര്യയെ നേരെയാക്കി തരണം, ഭർത്താവിനെ നേരെയാക്കി തരണം. ഇതാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം, അല്ലേ? ചോദിച്ചു നോക്ക്. 24 മണിക്കൂറും ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിലെല്ലാം എന്താണ്? നമ്മുടെ ആവലാതികൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആവലാതി പറയാനാണോ നമ്മളെ വിളിച്ചിരിക്കുന്നത്? അതോ ദൈവരാജ്യം ഓപ്പറേറ്റ് ചെയ്യാനാണോ വിളിച്ചിരിക്കുന്നത്? എന്തിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്? ചിന്തിക്കുക. എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? അടുത്ത വാക്യത്തിനകത്തുണ്ട്, 10ാമത്തെ വാക്യത്തിനകത്ത് വായിച്ചാട്ട്. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരുഷന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ ഭൂമിയിൽ എന്ത് ചെയ്യാനാ വിളിച്ചിരിക്കുന്നത്? വാഴാൻ. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്തോണ്ടിരിക്കുക? അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചാട്ടെ, ഇംഗ്ലീഷ് ബൈബിളുള്ളവര്. ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. And he hath made us unto our God kings and priests, and we shall reign on earth. അപ്പൊ നിങ്ങളെ ഭൂമിയിൽ വാഴുവാനാണ് വിളിച്ചിരിക്കുന്നത്. എല്ലാവരും നെഞ്ചത്ത് കരം വെച്ചിട്ട് പറഞ്ഞാട്ടെ, എന്നെ ഭൂമിയിൽ വാഴുവാനാണ് വിളിച്ചിരിക്കുന്നത്. ഭൂമിയിൽ വാഴുവാനായി വിളിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ സാജു ബ്രദറിന്റെ മകന് ഏതോ ഒരു യൂറോപ്പ് രാജ്യങ്ങളിൽ പഠിക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ശരിയായി. ഇദ്ദേഹത്തിന് 15 ലക്ഷം രൂപ വേണം ബോണ്ട് കൊടുക്കാനോ ഏതോ കാര്യത്തിന് വേണ്ടി. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും, എനിക്കറിഞ്ഞുകൂടാ. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരൻ, എന്നെ കൊണ്ട് സഹായിക്കാൻ ആരോഗ്യമില്ല, ഞാനൊട്ട് സഹായിക്കത്തുമില്ല, സഹായിക്കാൻ ഇനി വേറെ ആരോട് പറയുകയും വേണ്ട, ആരോടും ചോദിക്കുകയും ചെയ്യുന്നു, ആരും നിങ്ങളെ സഹായിക്കാൻ പോകുന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ കർത്താവിനെ പറഞ്ഞത്? അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ അതെ, അങ്ങനെയാ പറഞ്ഞത്. എന്നിട്ട് കർത്താവിന്റെ ആരെയും സഹായിച്ചോ? ഇല്ല. പിന്നെ എന്ത് ചെയ്തു? പണത്തോട് വരാൻ പറഞ്ഞു. നിങ്ങൾ പഠിക്കണം, പണം വരുത്താൻ പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ സകല അനുഗ്രഹങ്ങളെയും വിളിച്ചു വരുത്താൻ പഠിക്കണം. നിങ്ങളുടെ നന്മകളെ വിളിച്ചു വരുത്താൻ പഠിക്കണം. നിങ്ങളുടെ ആരോഗ്യത്തെ വിളിച്ചു വരുത്താൻ പഠിക്കണം. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സകലത്തെയും നിങ്ങൾ എല്ലാവരും വിളിച്ചു വരുത്തുന്നവരാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവരാണ് ഇതിനകത്തിൽ ഇരിക്കുന്നവരെല്ലാവരും. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങൾ ഇല്ലാത്തവരെ വിളിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലുള്ള പട്ടിയെ നിങ്ങൾ വിളിക്കാറുണ്ടോ? നിങ്ങളുടെ മക്കൾ ദൂരദേശത്തുള്ള മക്കളെ വിളിക്കാറുണ്ടോ? നിങ്ങൾ വിളിച്ചു വരുത്തുന്നവരാണ്. നിങ്ങൾ ജനിച്ച കാലം മുതലേ വിളിച്ചു വരുത്തുന്നവരാ. നിങ്ങളെ വിളിച്ചിരിക്കുന്നതേ വിളിച്ചു വരുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് പറഞ്ഞാട്ടെ, എന്റെ നന്മകളെ ഞാൻ ഭൂമിയിൽ വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ഭൂമിയിൽ വിളിച്ചു വരുത്തും. നിങ്ങൾ വിളിച്ചു വരുത്താൻ പഠിക്കണം. നന്മകളെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുവാൻ കഴിവുള്ളവരാണ് ഇതിനകത്തിൽ ഇരിക്കുന്നവരെല്ലാം. ഇവിടെ ഇതിനകത്ത് ഇരിക്കുന്ന ഡെയ്സി എന്ന് പറഞ്ഞ സഹോദരി ഒരാളെ കണ്ടോ? അതിനകത്ത് ഇരിക്കുന്ന ഒരു സഹോദരി, എന്നെ കുറച്ചു കാലമായി പുള്ളിക്കാരത്തി ഇതിനകത്ത് കയറി വരാൻ തുടങ്ങിയിട്ട്. ഒരു പ്രാവശ്യം പുള്ളിക്കാരത്തിയുടെ വീട്ടിൽ സൈഡിൽ ഒരു തേക്ക് നിപ്പുണ്ട്. ഇത് വിറ്റ് പോകണം.
അപ്പം വിറ്റ് പോകാൻ വേണ്ടി ഈ സഹോദരി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ അനുസരിച്ചിട്ട് ചെന്നിട്ട് തേക്കിനോട് പറഞ്ഞു, തേക്ക് മര്യാദയ്ക്ക് നീ ഇന്നെ വെട്ടിക്കൊണ്ട് പോകാൻ ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറയാൻ പറഞ്ഞു. ഇതാ ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ എന്ത് വിഷയത്തോടും നിങ്ങൾ സംസാരിക്കണം. യൂസ് യുവർ അതോറിറ്റി. ഈ സാജിബ്രാന് എവിടുന്നാ പൈസ വന്നതെന്ന് അറിയത്തില്ല. തക്ക സമയത്ത് പണവും ശരിയായി, എല്ലാം ശരിയായി, കൊച്ചന്റെ കാര്യങ്ങളെല്ലാം റെഡിയായി. ആരോടും ചോദിച്ചില്ല, ആ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുള്ളൂ. മക്കളെ, നിങ്ങൾ പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും, നിങ്ങളിൽ കൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഈ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ വെപ്പണാണ്. ഇത് നിങ്ങൾ ഒരു വാക്യത്തിനകത്തുനിന്ന് തന്നെ നിങ്ങളുടെ നന്മകളെ കൊയ്തെടുക്കാൻ സാധിക്കും. 1 സങ്കീർത്തനത്തിനകത്തു തന്നെ നന്മകളെ കൊയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കേണ്ടവരാണ്. എന്തുകൊണ്ടാണ് വാടിയിരിക്കുന്നത്? മക്കളെ, നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത ഒരൊറ്റ കാര്യം പോലും ബൈബിളിനകത്തില്ല. യു ആർ ദ പവർഫുൾ പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ആമേൻ. നിങ്ങൾ ആരും നിസാരക്കാരല്ല. നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ മുന്നേ വരും. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങളുടെ ശക്തി, നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് മുഴുവനും നിങ്ങളുടെ അടുക്കൽ വരും. അത് നിങ്ങൾ വിളിച്ചു വരുത്തണം. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രശ്നം മുഴുവനും. കർത്താവ് പറഞ്ഞത് നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് ഒന്നുമില്ലെന്നാണ്. ഒന്ന് വായിച്ചേ, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യം. 9:23. മാർക്ക് 9:23. നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ. മാർക്കോസിന്റെ സുവിശേഷം യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവൻ എന്താ കഴിയും? സകലതും കഴിയും. അപ്പൊ നിങ്ങൾക്ക് സകലതും കഴിയുമോ ഇല്ലയോ? സകലതും കഴിയും. ഇത് നിങ്ങൾ പ്രാപിച്ചെടുക്കണം. നിങ്ങൾക്ക് പ്രാപിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതാണ്, അത് ഉപയോഗിക്കണം. ഓക്കെ. ഇനിയും ഈ രാജ്യത്തെ ഉപയോഗിക്കാനാണ് നമ്മളെ പഠിക്കുന്നത്. ലോകത്തിൽ 2 രാജ്യങ്ങളാണുള്ളത്. അത് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. 2 രാജ്യങ്ങളേ ഉള്ളൂ ലോകത്തിൽ. ഒന്ന് പൈശാചിക രാജ്യം, 2 ദൈവരാജ്യം. പൈശാചിക രാജ്യം കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? നിങ്ങൾ ആരെങ്കിലും പൈശാചിക രാജ്യം കണ്ടിട്ടുണ്ടോ? കർത്താവിന്റെ ദാസൻ രാജു പാസ്റ്റർ പൈശാചിക രാജ്യം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയും കണ്ടിട്ടില്ല. കാണിക്കട്ടെ. കാണണോ കർത്താവിന്റെ ദാസന്? കാണിക്കാം. വൈഫുണ്ടോ വീട്ടില്? ഉണ്ട്. പുള്ളിക്കാരത്തെ ഒന്ന് വിളിച്ച് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മോളിയെ മോളി സിസ്റ്റർ ഇങ്ങോട്ട് വിളിച്ച്. നിന്നെ വിളിക്കുന്ന അദ്ദേഹം ദേവദാസൻ വിളിക്കുന്നു. എന്നോട് ചോദിച്ചു പൈശാചിക ലോകം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പൊ മോളി സിസ്റ്ററെ വിളിക്കാൻ പറഞ്ഞു. കർത്താദാസി, ഈ പുള്ളി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലയോ? ഇല്ല. അപ്പൊ നിങ്ങൾ വീട്ടിലല്ലേ താമസിക്കുന്നത്? അല്ലയോ? ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ വഴക്കില്ല, എപ്പോഴും സ്നേഹം മാത്രമേ. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലയോ? നിങ്ങളപ്പൊ പെന്തിക്കോസുകാരി, അതായി പ്രശ്നം. പെന്തിക്കോസുകാരുടെ വീട്ടിൽ വഴക്കേ ഉണ്ടാകത്തില്ല. കേട്ടിട്ടുണ്ടോ? വഴക്കേ ഉണ്ടാകത്തില്ല. ഒരു പെന്തിക്കോസുകാരന്റെ വീട്ടിൽ വഴക്കുണ്ടാകത്തില്ല, അടിയേ ഉണ്ടാകത്തുള്ളൂ. അന്നേരം നിങ്ങളുടെ മോന്ത കണ്ടാൽ എങ്ങനെയിരിക്കും? ആരെ പോലെ ഇരിക്കും? ആസാൽ പിശാചിനെ പോലെ ഇരിക്കത്തില്ലയോ? ആരാ ഉപയോഗിക്കുന്നത്? ഈ അടിപിടി അല്ല വഴക്ക്, വായിന്ന് വരുന്ന വാക്കുകളാ വഴക്കെന്ന് പറയുന്നത്. പുള്ളിക്കാരി പറഞ്ഞു ദേഷ്യപ്പെടുമ്പോഴാന്ന് പറഞ്ഞോ? ആ ദേഷ്യപ്പെടുമ്പോ ആരെ പോലെ ഇരിക്കും കണ്ടാൽ?
ആരെ പോലെ ഇരിക്കും. എല്ലാവരുടെയും വീട്ടിലുണ്ടെന്ന്, എല്ലാ വീട്ടിലും ഉണ്ട്. ആരുടെ വീട്ടിൽ ഇല്ലാത്തവരില്ല. എല്ലാവരുടെയും വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ടോ? ഉണ്ട്. ഉണ്ടെന്ന്. അന്നേരം ഭാര്യയുടെയും ഭർത്താവിനും മൂന്ന കണ്ടാൽ എങ്ങനെ ഇരിക്കും? ആരെ പോലെ ഇരിക്കും. പിന്നെ കൈകൊണ്ടുള്ള പ്രയോഗം ഉണ്ടെങ്കിൽ അത് പിന്നീടാണ് ഉണ്ടാകുന്നത്. അപ്പൊ പിശാചിന്റെ രാജ്യം ഉപയോഗിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്, നമ്മളൊക്കെ തന്നെയാണ്. അപ്പൊ ഇനി അപ്പൊ ദൈവരാജ്യം ആരാ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടത്. ഒന്ന് വായിച്ചേ, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. പെട്ടെന്ന് വായിക്കാം. ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ചിത്രിച്ചു എങ്കിൽ നിലനിൽക്കയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിത്രിച്ചു പോയല്ലോ. പിന്നെ അവൻ ആരാ അത് നടത്തുന്നത്? പിശാച് കൊമ്പും മോശം വലിയ കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ടാണോ വരുന്നത്? അല്ല. അപ്പൊ പിശാച് വന്നു കഴിഞ്ഞാൽ അവൻ നമ്മുടെ ജീവിതത്തോട് കയറി വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ മുഖത്ത് ഇപ്പൊ പിള്ളേർ കല്യാണം കഴിക്കണ്ട, അതാരുടെ കുഴപ്പം? പിള്ളേരുടെ കുഴപ്പമാണോ? പിള്ളേർ ഡ്രഗ്സ് അടിക്കുന്നു, ആരുടെ കുഴപ്പമാണ്? പിള്ളേർക്ക് കല്യാണം കഴിച്ചാൽ മക്കളുണ്ടാകണ്ട, ആരുടെ കുഴപ്പമാണ്? ആരാ ഇത് വ്യാപരിക്കുന്നത്? പൈശാചിക ശക്തി. അതിനെ ശാസിച്ചകറ്റാൻ നിങ്ങൾ പഠിക്കണം. ദൈവമക്കളെ, നമ്മൾ കുറച്ച് അധികാരം ഉപയോഗിക്കാൻ പഠിക്കണം. അതിന്റെ 28-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ഇതിനകത്ത് ദൈവാത്മാവുള്ളവർ എത്ര പേരുണ്ട്? എല്ലാവരിലും ദൈവാത്മാവുണ്ടല്ലോ. ദൈവാത്മാവ് ഇല്ലാത്തവരാരും ഇതിനകത്ത് വന്നിട്ടില്ലെന്ന്. നിങ്ങളുടെ മേലെല്ലാം ദൈവാത്മാവുണ്ട്. പരിശുദ്ധാത്മാവില്ലാത്തവരാരും ഇതിനകത്ത് വന്നിട്ടില്ല. നിങ്ങളുടെ മേലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ ദൈവാത്മാവിനാൽ എന്ത് ചെയ്യണം? പിശാചിനെ പുറത്താക്കണം. ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഇവനെ പുറത്താക്കണം, പിന്നെ ദേശത്ത് നിന്ന് പുറത്താക്കണം. നമ്മുടെ കുടുംബത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. എന്താണ് എല്ലാവരും പറയണ്ടേ? എന്റെ ഭവനത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. അതാണ് ആദ്യം വേണ്ടത്. നമുക്ക് നോക്കാം. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 44-ാമത്തെ വാക്യം. പെട്ടെന്ന് ദാനിയേൽ പുസ്തകത്തിലേക്ക് പോട്ടെ. വേറൊരാളെ 7-ാം അധ്യായം എടുത്തിട്ട് അതിന്റെ 18-ാമത്തെ വാക്യം 27-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 44-ാമത്തെ വാക്യം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം അതാണ് യേശു കർത്താവ് വന്ന് സ്ഥാപിച്ചത്. ഈ ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്തെ സ്ഥാപിച്ചു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ചെന്നിട്ട് ഈ 27-ാം അധ്യായത്തിനകത്ത് മത്തായിയുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിനകത്ത് യേശുവും പീലാത്തോസും തമ്മിലുള്ള സംസാരങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിപ്പോൾ പറയാൻ നേരമില്ല. വളരെ ശക്തമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഉടനെ അതിനകത്തിൽ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, പീലാത്തോസ് നീ രാജാവ് തന്നെയോ? അതാ ചോദിക്കുന്നുണ്ട്. നീ സ്വന്തമായിട്ട് പറയുന്നോ അതോ വല്ലവരും പറഞ്ഞിട്ടോ? അപ്പം ഞാനല്ല, ഞാൻ യഹൂദനല്ല, നിന്റെ ആൾക്കാരാണ് നിന്നെ ഇവിടെ ആക്കിയത്. അന്നേരം യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, ഐഹികമായിരുന്നുവെങ്കിൽ എൻ്റെ ചേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. എന്നെ അപ്പം പറയുന്നുണ്ട്, അപ്പം നീ രാജാവ് തന്നെയല്ലയോ? യെസ്, ഞാൻ രാജാവ് തന്നെ, അതിനായി ജനിച്ചും ഇരിക്കുന്നു. അപ്പൊ യേശു ജനിച്ചത് എന്തായിട്ടായിരുന്നു? രാജാവായിട്ട്. അതുകൊണ്ടാണ് പീലാത്തോസ് എഴുതി വെച്ചത്, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. അവന്റെ രാജ്യത്വത്തെ കുറിച്ചാണ് യേശു കർത്താവ് വന്ന് പഠിപ്പിച്ചത് നമ്മളെ. ആ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന് വായിച്ചു. കൊലോസ്യ ലേഖനം 1:13 വായിച്ചാട്ടെ. കൊലോസ്യർ 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അങ്ങനെ പുത്രന്റെ രാജ്യത്തിലായിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഇന്ന് സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നവരാണ്. എവിടെ ഇരിക്കുന്നവരാ? സ്വർഗത്തിൽ. സ്വർഗത്തിൽ ആരോടുകൂടെ ഇരിക്കുന്നത്? ഒന്ന് വായിച്ച്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യം.
ക്രിസ്തുവേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അധികാരത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമ്മോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഇരിക്കുന്നവരാണ്. എല്ലാവരും പറയാട്ടെ, ഞാൻ സ്വർഗസ്ഥലങ്ങളിൽ കർത്താവായ യേശുവിനോടുകൂടെ ഇരിക്കുന്നവളാണെന്ന് പറഞ്ഞാട്ടെ. അപ്പം നിങ്ങൾ നിസ്സാരക്കാരാണോ? ആണോ പാസ്റ്റർ? ആണോ? അല്ല. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിക്കണോ വേണ്ടയോ? നമുക്ക് നോക്കാം. ദാനിയേൽ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. എന്നാൽ അത്യുന്നതന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ എത്ര പേരുണ്ട് രാത്രി? രാജ്യത്വം പ്രാപിച്ച് സദാകാലത്തേക്കും എന്നേക്കും അത് അനുഭവിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. പറഞ്ഞാട്ടെ, ദൈവരാജ്യം അനുഭവിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അനുഭവിക്കാനാണ് എന്നെ വിളിച്ചത്. അതുകൊണ്ട് പൈശാചിക രാജ്യം എന്റെ ഭവനത്തിൽ ഇനി തൊട്ട് പാടില്ല, എന്റെ ദേശത്ത് പാടില്ല, എന്റെ കുടുംബത്തിൽ പാടില്ല. പൈശാചിക രാജ്യത്തെ ശാസിച്ചമർത്തി എന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നത് എന്റെ ജോലിയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത് 27-ാമത്തെ വാക്യം വായിച്ചാൽ. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. യെശയ്യാ പാസ്റ്റർ ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പാസ്റ്റർ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദാനിയേലിന്റെ പുസ്തകം 7:27 ഒന്ന് വായിച്ചാട്ടെ. അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചു. കിട്ടിയില്ലേ? ദാനിയേൽ 7:27. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൽ കീഴെല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഓക്കെ. അപ്പൊ ഇനിയും കർത്താവിനാശം പറഞ്ഞാട്ടെ. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിനുള്ള രാജ്യത്വങ്ങളുടെ മഹത്വം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ മഹത്വം മുഴുവൻ എന്റെ അടുക്ക വരുമെന്ന് പറഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹലോ, ഇതെല്ലാം എന്റെ അടുക്കൽ വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പഠിക്കേ. എത്രയോ വർഷം കൊണ്ട് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്, പക്ഷെ ആരും കേൾക്കത്തില്ല. അവര് കേൾക്കാനല്ല പറയണ്ടേ, അവരെയല്ല കേൾപ്പിക്കേണ്ടത്. പക്ഷേ ദേശം കേൾക്കണം, ദേശത്തോട് പറയണം ഈ രാജ്യത്തിന്റെ മഹത്വം ഇവിടെ വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ രാജ്യത്വമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നേതാക്കന്മാരെ ഇരിക്കുന്നവരെ നമ്മള് പൊങ്ങാൻ വിടത്തില്ല, തലപൊക്കാൻ വിടത്തില്ല നേതാക്കന്മാർ. ഇനി തൊട്ട് കർത്താവിന്റെ അവരുടെ മുന്നേ പോകണ്ട. ഈ വീട്ടിലിരുന്ന് നേരിട്ട് പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് അങ്ങനെയാക്കി തരുന്നത്. അതെന്തായാലും ഇപ്പൊ പാസ്റ്റർക്ക് അറിയാമല്ലോ, ചെയ്തോണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ അനങ്ങാൻ മനുഷ്യൻ സമ്മതിക്കത്തില്ല. നെല്ലട അനങ്ങാൻ ഒരു മനുഷ്യനും സമ്മതിക്കത്തില്ല. അനക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അനങ്ങാത്തവരെ അനക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയാണ്. അതിന്റെ മേളത്തെ 18-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയാൽ, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച എന്നേക്ക് സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പിന്നെ രാജ്യത്വം ആധിപത്യവും ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളുടെ മഹത്വവും തിരുവനന്തപുരത്തിന്റെ മഹത്വം എന്റെ അടുക്കൽ പെരുമാറാകട്ടെ. പറയണം, നിങ്ങൾ അടുക്കൽ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിന് വിരോധമായി നിൽക്കുന്ന എല്ലാ പോരുകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ, നീങ്ങി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദേശത്തോട് പോരാടിക്കൊണ്ട് നിൽക്കുന്ന എന്നെ മുന്നോട്ട് വിടാതെ തടഞ്ഞു നിൽക്കുന്ന അന്ധകാര ശക്തി യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ.
അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. അതിനെന്ത് നാട്ടുകാരുമായിട്ടുള്ള വർത്താനങ്ങളെല്ലാം വിടുന്ന, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ വിടുന്ന, കർത്താവുമായിട്ടുള്ള ഒരു കണക്ഷൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ന്യൂ ഇയർ മെസ്സേജ് പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞാണ്, ഈ വർഷം 2026 എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്ന വർഷമാണ്. ഇത് മനോഹര വർഷമാണ്. ഈ വർഷത്തിൽ ഇത് ആരംഭിക്കാനുള്ള കാരണം തന്നെ ദൈവത്തിന് നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ആവശ്യമായിരിക്കുന്നു. ആ കണക്ഷനിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ ഇനി അവിടെ നിന്ന് വിട്ടുപോകരുത്, ഉറച്ചു നിൽക്കണം. ദൈവം നിങ്ങളിൽ കൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടത്തിയെടുക്കും. ഒരു മനുഷ്യന്റെ കാല് പിടിക്കരുത്, ഒരു മനുഷ്യനെ കാല് പിടിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ പിടിച്ചിരിക്കുന്ന കാല് ഉന്നതനായ സർവശക്തനായ ദൈവത്തിൻ്റെതാണ്. അത്യുന്നതനായ ദൈവമാണ് നിങ്ങളോട് കൂടെ വസിക്കുന്നത്. സർവശക്തനായ ദൈവമാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ആ പരമോന്നത ശക്തിയാണ് നിങ്ങളെ ഭരിച്ചു നടത്തേണ്ടത്. അവന്റെ ശക്തിയാണ് നിങ്ങളിൽ എല്ലാവരിലും വ്യാപരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പറയേണ്ടത് എന്നാണെന്നറിയാമോ? എനിക്ക് തന്നിരിക്കുന്ന പദവി, എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഞാൻ എക്സർസൈസ് ചെയ്തിരിക്കും. ഞാൻ ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. അത് മനസ്സിലാക്കി പ്രയോഗിക്കാനായിട്ട് പഠിക്കണം. ദൈവമക്കളെ, നിങ്ങൾ ഇനിയും ഭൂമിയിൽ വാഴേണ്ടിയവരാണ്, കർത്താവിനോടൊപ്പം വാഴേണ്ടിയവരാണ്. നിങ്ങൾ എല്ലാവരും കർത്താവിനോട് വാഴണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഈ പല ഉപദേശിമാരും പഠിപ്പിക്കുന്നത് നിങ്ങളെല്ലാം സ്വർഗത്തിൽ പോകും, കർത്താവും ശിഷ്യന്മാരും ഭൂമിയിൽ വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് ഭൂമിയിലേക്കാണ് വരുന്നത്, സ്വർഗത്തിലേക്കാണല്ലോ പോകുന്നവരാണ്. ഭൂമിയിലേക്കാണ് വരുന്നത്, സ്വർഗത്തിലേക്കാണ് പോകുന്നത്. ആ രാജു പാസ്റ്റേ, സ്വർഗത്തിലേക്കാ? സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്കാണ് പോകുന്നത്. സ്വർഗത്തിലേക്കാണ് ഭൂമിയിലേക്കാണ് വരുന്നത്. ഭൂമിയിൽ എന്തിനാ വരുന്നത്? തന്റെ സഭയെ ചേർക്കാൻ. സഭയെ ചേർക്കാൻ. വാഴ്ചയൊന്നും ഇല്ലയോ? വാഴുവാൻ. ആരാ വാഴാൻ വരുന്നത്? ആരാ വാഴാൻ വരുന്നത്? യേശു ഭൂമി വാഴാൻ വരുന്നുണ്ടോ? വരും. എത്ര കാലം? 1000 ആണ്ട്. അത്രേ ഉള്ളോ? 1000 ആണ്ടേ ഉള്ളോ? അത് കഴിഞ്ഞ് പിന്നെ യുഗങ്ങൾ, പിന്നെ കാലമില്ല, പിന്നെ വാഴ്ചയാ. നിങ്ങൾ എവിടെയായിരിക്കും? ഭൂമിയിൽ വാഴുവാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, കർത്താവിനോട് കൂടി. ആ വാഴ്ചയിൽ നിങ്ങൾ ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കെതിരായി നിൽക്കുന്നതിനെ വാഴാൻ നിങ്ങൾ പഠിക്കുന്നില്ല. കൈകൊണ്ട് മെയ് അറിയാൻ വയ്യാത്തവനെ കർത്താവിനോട് നെയ്യാൻ കൊള്ളിക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാം ഭൂമിയിൽ വാഴണം. എങ്ങനെയാണ്? രാജാക്കന്മാരെ പോലെ വാഴണം. അതിനാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരും യാചകരല്ല, നിങ്ങളെല്ലാം രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. ഇനി കർത്താദാസനെ എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ് കൂടെ ഉണ്ട്. 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് നിർത്താൻ പോവാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം. ദേവദാസനെ സമയം നോക്കണ്ട, ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. പറഞ്ഞോ. പെന്തിക്കോസിലെ ഒരു പുതിയ പഠിപ്പീര് ഇതാണ് നമുക്ക് പോകാനുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണം. അച്ഛന്റെ സമയം കുഴപ്പമില്ല, 10 മിനിറ്റ് കുഴപ്പമൊന്നുമില്ല. എനിക്ക് 10 വരെ സമയം. ഓക്കെ. ദൈവമക്കളെ, കർത്താവിന്റെ ദാസൻ ബാബു പാളയത്തുകാട് എന്നോട് പറഞ്ഞതുകൊണ്ട് നമുക്ക് അല്പസമയം കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളെല്ലാം ശക്തരായിട്ട് മാറണം. ഇതിന്റെ കൗൺസിൽ മെമ്പേഴ്സ് മാത്രമല്ല, ഇതിൽ കടന്നു വരുന്നവരെല്ലാം ശക്തരായിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്നാണെന്നറിയാം? നിങ്ങൾ ദേശത്തെ പിടിച്ചടക്കും, രാജ്യത്തെ പിടിച്ചടക്കും. ഈ പിണറായിയുടെ മേലും ആ ഭരണകർത്താക്കന്മാരുടെ മേലും വ്യാപരിച്ചിരിക്കുന്ന ശക്തി എന്തുവാ പറഞ്ഞേ? പൈശാചികൻ. എല്ലാത്തിന്റെ മേലും പിശാച് പിടിച്ചിരിക്കുകയാണ്. കസേരയുടെ മേലും പിശാച് പിടിച്ചിരിക്കുകയാണ്. ഈ കുമ്പനായിട്ട് നടക്കുന്ന പ്രശ്നം എന്തുവാ? കസേര കളി ഇല്ലയോ? ആണോ? കസേര കളി. ഈ കസേര കളിക്കുന്നവരൊക്കെ എവിടെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ. ഓക്കെ. നമുക്ക് ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. അത് ശരിക്കൊന്ന് പറയണേ, അറിയണം. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നിങ്ങനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. കുഞ്ഞോള സിസ്റ്ററെ, എത്ര പ്രാവശ്യം ഇങ്ങനെയുള്ള ബൈബിളിനകത്ത് ആ കാര്യമുണ്ട്? രാജു പാസ്റ്റർ, എത്ര പ്രാവശ്യം ഉണ്ട്? അനേക പ്രാവശ്യം ഇല്ലയോ?
മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 3 പ്രാവശ്യം പറയുന്നുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര തർക്കമാണ്, ഭയങ്കര അടിയാണ്. കേരളത്തിലെ പെന്തിക്കോസുകാരുടെ ഇടയിലുണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഇവരെവിടെ കിടക്കുക? 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ, എവിടെ കിടക്കുക എന്നറിയാം. ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം ഇതിനെ കുറിച്ച് ഉപദേശിമാരുടെ പ്രസംഗം കേട്ടാല് നിന്നെ ഞാൻ ശാസന വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്ന ഉപദേശിമാര്. അങ്ങനെ വല്ല ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞോ? അപ്പൊ ഈ ശീമോനും കൂട്ടരെ എവിടെ കിടക്കുക? കർത്താദാസനെ പറഞ്ഞേ, രാജു പാസ്റ്റർ എവിടെ കിടക്കുക? സാത്താന്റെ വീടിന് ഗോതമ്പ് പോലെ പാറ്റിക്കൊണ്ടിരിക്കുക. പാറ്റിയിട്ടുള്ള സഹോദരിമാർ എത്ര പേരുണ്ട് അതില്? ഈ അതിനകത്ത് മണിക്ക് താഴെ ഇരിക്കാൻ സമയമുണ്ടോ? ഈ ഇവന്മാരെയാണ് പിടിച്ചോണ്ട് വന്നിട്ട് നിങ്ങളുടെ പിള്ളേരുടെ മേലോട്ട് കൈവെക്കുന്ന. കർത്താവിന്റെ ദാസനെ പ്രത്യേകം പ്രാർത്ഥിക്കണം. കല്യാണം കഴിക്കാൻ പോവാണ്, ഈ കൊച്ചുങ്ങളുടെ തലയിലോട്ട് ഈ പിശാചിനെ കയറ്റി അങ്ങോട്ട് വിടും. എന്നിട്ട് ഈ പിള്ളേർ തമ്മിൽ അടിച്ചു പിരിഞ്ഞ് അവർ അവരുടെ വീട്ടിലും പോകും. എന്താ പിള്ളേർ ഇന്ന് കുടുംബം നേരെ നിൽക്കാത്തത്? ഇവന്മാരെയാണ് കൊണ്ട് കയറ്റുന്നത്. എൻ്റെ അപ്പനും അമ്മയും മരിച്ചപ്പോൾ ഇവര് ഇതാണ് സെൻട്രൽ പാസ്റ്ററെ വിളിക്കാൻ പോയി. ഞാൻ പറഞ്ഞു, സെൻട്രൽ പാസ്റ്റർ എന്തിനാ? അവിടുത്തെ പാസ്റ്റർ പോയി, അയ്യോ ഞങ്ങളെ കൊണ്ട് ശവം അടക്കിക്കത്തില്ല. ഇവന്മാര് കൈവെക്കുന്നിടം എല്ലാം കുളമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്മാരെയാണ് പൊക്കിയുണ്ടാക്കുന്നത്. അത് ആദ്യം തന്നെ നിർത്തണം. കർത്താവിന്റെ ദാസനെ, ഈ കൂട്ടായ്മ നിങ്ങളെ കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് കർത്താവിനാണ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. സ്കൂളിന്റെ കാര്യം ആരോ പറയാനിടയായി തീർന്നു. ഇത് നടക്കാൻ പോവാ. അത് നടക്കാൻ പോയി. ഞാൻ നമ്മുടെ സ്കൂൾ നടത്തുന്ന സാജു പാസ്റ്ററോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, യുണൈറ്റഡ് പെന്തക്കോസ്റ്റുകളും ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങണം. നിങ്ങളെ കൊണ്ട് പറ്റും. ഈ ട്രസ്റ്റിലേക്ക് 10,000 എന്തോ വരുമെന്നറിയാമോ? ഡൊണേഷൻ വരും. 10 പൈസ പണങ്ങാതെ സ്കൂൾ തുടങ്ങി കഴിഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ ഡയറക്ടേഴ്സ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുക. ദൈവം അത്ഭുതങ്ങളെ നിങ്ങളെ സൃഷ്ടിക്കും. ദൈവമക്കളെ, നിങ്ങൾ ആരും നിസ്സാരക്കാരല്ല. ഒരു പവർഫുൾ വെപ്പണാണ്. നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണ്. ഈ ശക്തിയെ നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. നിങ്ങളെ കൊണ്ട് സാധിക്കും. പ്രൊഫസറാണ് ഇരിക്കുന്ന ആലിസ് മാണി, ഈ പ്രൊഫസറാണ് ഈ ഇരിക്കുന്ന സാജു ബ്രദർ. നിങ്ങളുടെ കയ്യിൽ അറിവില്ലാത്തൊരു കുറവാണോ? അതുപോലെ അനേക ദൈവദാസന്മാരും ദൈവദാസിമാരും ഭയങ്കര കഴിവുള്ളവർ ഇതിനകത്തിലുണ്ട്. എഴുന്നേറ്റ് വരണമെന്ന് നിങ്ങൾ ആഗ്രഹമുണ്ടോ? വരുത്തണം. നിങ്ങളെ കൊണ്ട് സാധിക്കും. അത് നിസ്സാരമല്ല. നിങ്ങൾ കൂടിയിരുന്ന് ആലോചിക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭത്തിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞുടനെ അതിനെ ദൈവമാണ് വിശാലതയിലേക്ക് വരുത്തുന്നത്. ആ വിശാലതയിലേക്ക് വരട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്, സകലതും നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുകയാണ്, പവർഫുൾ ആയിട്ട് തന്നിരിക്കുകയാണ്. അത് ഉപയോഗിക്കപ്പെടണം. ഇന്ന് നാശം കൊയ്തുകൊണ്ടിരിക്കുകയാണ് പെന്തക്കോസ്ത് ഗോളം മുഴുവനും. എന്നിട്ട് ഭയങ്കരമായിട്ട് പണം കൊണ്ട് ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പണമെല്ലാം എവിടുന്ന് വരുന്നതാ? കർത്താവ് തന്ന അധ്വാന ഫലമാണ്. അത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വാക്യം വായിച്ചാട്ടെ. ആ 22-ന്റെ തന്നെ 29-30 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. അത് അവർക്കുള്ളതാണ്. ഇനി നമുക്കുള്ളത് എന്താണെന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലാണ് 34-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. അപ്പം ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. അപ്പൊ നിങ്ങളെ എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
രാജ്യം ഭരിക്കാൻ വേണ്ടിയാണ്, സ്തോത്രം സ്തോത്രം വാഴുവാനാണ് വിളിച്ചിരിക്കുന്നത്, തെണ്ടുവാനല്ലെന്നേ. ആമേൻ. തെണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് പുത്തൻകാവിൽ നിന്ന് കുമ്പനാട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മുളക്കഴ പോയിരുന്നത് തെണ്ടേണ്ടി വല്ല കാര്യമുണ്ടോ? പുത്തൻകാവിൽ നിന്ന് തെണ്ടിയാ പോരായോ? പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ ആരും നിസാരക്കാരല്ല. നിങ്ങളെല്ലാം ഭരണകർത്താക്കന്മാരാണ് ദൈവരാജ്യത്തിന്റെ. നിങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ച് ഞാൻ എഴുതിയ പുസ്തകങ്ങളുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം, അന്നേരം അറിയാം. കർത്താവ് എത്ര പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, കർത്താവ് എത്ര പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല ഈ പ്രാർത്ഥനാ പുസ്തകത്തിനകത്ത് എഴുതുന്നത്. അത് 20,000 കോപ്പി പ്രിന്റ് ചെയ്താണ്. എനിക്ക് തോന്നുന്നു ഒരു 5-6 പേര് പോലും വായിച്ചിട്ടില്ല. ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുത്തതാണ്. ഈ കൊടുത്തവരെ കിട്ടിയവരെല്ലാം പലരും എന്നെ വിളിച്ചിട്ട് പറയാം, പാസ്റ്ററെ കാശ് അയച്ചു തരാനെന്ന്. ഇവർക്ക് പണമോ വേണ്ടി. പാസ്റ്ററുടെ പുസ്തകം ഞാൻ വായിച്ചു. ഞാൻ ചോദിച്ചു എവിടം വരെ വായിച്ചു? ഞാൻ അല്പം വായിച്ചായിരുന്നു. ഇവൻ വായിച്ച എവിടം വരെയാന്ന് പറയും. എൻ്റെ ഫോൺ നമ്പർ എവിടം വരെ ഉണ്ടെന്ന് വായിച്ചു. ഫോൺ നമ്പർ നോക്കിയിട്ട് എന്നെ വിളിച്ചു പൈസ അയച്ചു തരാനായിട്ട്. ഇവനൊന്നും പണത്തിന്റെ പിന്നാലെ നടക്കും. പണം തെണ്ടികൾക്ക് ആർക്കും കിട്ടത്തില്ലെന്നേ. പണം തെണ്ടാൻ വണ്ടി വാങ്ങാനുള്ളതാണ്, ചോദിച്ചു വാങ്ങാനുള്ളതാണ്. വാങ്ങാൻ പഠിക്കണം. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളെ കൊയ്തെടുക്കണം. നിങ്ങൾ സാധിക്കാത്തതായിട്ട് ഒരു കാര്യവും ഈ ഭൂമിയിൽ ഭൂതലത്തിലില്ല. നിങ്ങൾ അത് വിളിച്ചു വരുത്താനായിട്ട് പഠിക്കണം. നിങ്ങളെ ഒരു കാര്യം കൂടെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം. എങ്ങനെയാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ കോഴിയെ വളർത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മച്ചിമാരൊക്കെ കോഴിയെ വളർത്തിയിട്ടുണ്ടോ? ഉണ്ട്. കോഴി എങ്ങനെ വിളിക്കുന്നത്? കോഴിയെ ബാബാ എന്ന് പറയുന്നത് നാട്ടിലെ കോഴികൾ വല്ലതും വരുമോ? ഇല്ല. നിങ്ങളുടെ വീട്ടിലെ കോഴിയെ വരത്തുള്ളൂ. നിങ്ങളുടെ പട്ടിയെ നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ആരെങ്കിലും സഹോദരിമാർ ഭക്ഷണം ഉണ്ടാക്കി വെച്ചതിന് ശേഷം അച്ചായ വാ എന്ന് പറയുമ്പോൾ ഒന്നെണ്ണ അച്ചായൻ ഇറങ്ങി വരുമോ? അതോ ആ ഭക്ഷണം ഉണ്ടാക്കി വെച്ചതിന് കൂടെ കുത്തിയിരുന്ന് അച്ചായൻ വരട്ടെ എന്ന് പറഞ്ഞ് കുത്തിയിരിക്കുമോ? ഇല്ല. വിളിക്കത്തില്ലയോ? അപ്പൊ ഇല്ലാത്തവരെ വിളിക്കാൻ നിങ്ങളെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാനായിട്ട് പഠിക്കണം. കർത്താവ് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചക ഈ അസ്ഥികൾ ജീവിക്കുമോ? കർത്താവെ നീ അറിയുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? എന്നോട് കർത്താവ് പറഞ്ഞു, ചോദിച്ചു കർത്താവ് ഈ അസ്ഥികൾ ജീവിക്കും. ഞാൻ പറഞ്ഞു ഇത് ഒന്നിനും കൊള്ളത്തില്ല, ഇത് ഉണങ്ങി വരേണ്ടതാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇവിടെ കടയിൽ ചെന്ന് എന്റെ കൃഷിക്കിടാൻ വേണ്ടി എല്ലുപൊടി, ഒരാൾ പറഞ്ഞു എല്ലുപൊടി നല്ലതാന്ന്. അപ്പൊ ഞാൻ എല്ലുപൊടി ഇങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ കർത്താവ് പറയാണ് ഇതെന്തിനാ എടുത്തേക്കുന്നത്? ഞാൻ പറഞ്ഞു കൃഷിക്കിടാനാ. നീ പറഞ്ഞില്ലേ എല്ല് ഒന്നിനും കൊള്ളത്തില്ലെന്ന്. അതിന് ജീവൻ ഉള്ളത് കൊണ്ടല്ലേ മറ്റേ നിന്റെ കൃഷിക്ക് ജീവൻ വരുന്നത്. അത് ജീവിപ്പിക്കുന്നതാണ്. അന്നേരം പറഞ്ഞു നീ ഈ അസ്ഥികളോട് സംസാരിക്കുക. ഒന്ന് വായിച്ചേ 37-ാം അധ്യായം എസെക്കിയാവിന്റെ പുസ്തകം, എസെക്കിയേലിന്റെ പുസ്തകം 37-ാം യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ യഹോവേ കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയെ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്തു, നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് നമ്മളോട് പറയാണ് നമ്മൾ എന്താ പറയുന്നത്? കർത്താവേ ഞാൻ രോഗിയാണ്, ഏത് കഷ്ടത്തിലാണ്, പ്രയാസത്തിലാണ്, കർത്താവേ നീ സൗഖ്യമാക്കണമേ, നിന്റെ ആണിപ്പഴുതുള്ള കരം തൊട്ടൊന്ന് സൗഖ്യമാക്കണേ. കർത്താവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ആണിപ്പഴുതുള്ള കരവുമായിട്ട് വരാം, നിങ്ങൾ പറഞ്ഞാൽ ആണിപ്പഴുതുള്ള കരം കൊണ്ടുവന്ന് നിങ്ങളുടെ മേൽ വെക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവരെന്താ പറയുന്നത്? ഇത് ഏത് ഉപദേശമാണേ? എവിടുത്തെ ഉപദേശമാണ്? കർത്താവ് പറഞ്ഞിരിക്കുന്നത്, റോമാലാഹത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആര് സ്വർഗത്തിൽ കയറുമെന്നോ, അവനെ മരിച്ചവരുടെ കയറ്റണമെന്ന് വിചാരിച്ച് ആര് പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പോലും പറയരുത്. പക്ഷെ ബന്ധക്കോസിലെ ഉപദേശിമാർ പറഞ്ഞ കർത്താവേ നീ ഇറങ്ങി വന്ന ആണിപ്പഴുതുള്ള എന്റെ മേന്റെ മേലെന്ന് അവന്റെ കൈയൊന്ന് തലോടി അവനെ ഒന്ന് തിരുമ്മി കൊടുക്കാനാണ് പറയുന്നത്. തലോടാൻ പറയുന്നത് എന്തോ തിരുമ്മില്ലയോ? കർത്താവ് അത് തിരുമ്മി കൊടുത്താല്
കർത്താവിനെ കൊണ്ട് തിരുമ്മിക്കുന്ന ആൾക്കാർ വരെയായി പെന്തക്കോസ്തിലുള്ളത്. ആണോ ചെയ്യാൻ പ്രയോജനം? ആണോ? എന്തോ ഒരു വലിയ പ്രയോഗമാണെന്ന് നോക്കണം. കർത്താവ് പറഞ്ഞു നീ അസ്ഥിയോട് പറ. അസ്ഥിയോട് പറഞ്ഞോണ്ടേ ആരാ പറയേണ്ടത്? കർത്താവേ നീ അസ്ഥിയോട് പറയുന്നതാണ് പറഞ്ഞത്. ഞാൻ പറയാം. ഞാൻ പറഞ്ഞപ്പോൾ, ഞാൻ കർത്താവ് പറഞ്ഞതുപോലെ പറഞ്ഞപ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നു. അതിൽ എന്തൊക്കെ വന്നു പിടിച്ചു? മാംസം പിടിച്ചു. ഞാൻ 2004 ഞാൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന കേട്ടോണ്ട് എന്നെ ഒരാള് ഫിലഡൽഫിയ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വിളിച്ചു. ഒരു പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പാസ്റ്റർ ഇങ്ങോട്ടൊന്ന് വരാമോ? ഞാൻ പറഞ്ഞു വണ്ടിക്കൂലി വരാൻ ഞാൻ വരാമെന്ന് പറഞ്ഞു. വണ്ടിക്കൂലി തന്നു. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തിനാ എന്നെ വിളിച്ചത്? അപ്പൊ പുള്ളിക്ക് 3 പെൺമക്കളാണ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് 2 പെൺപിള്ളേർ വന്ന് മുഖം കാണിച്ചിട്ട് അങ്ങത്തോട് കീർപ്പും. ഞാൻ ചോദിച്ചു കുഞ്ഞെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഇറങ്ങി വന്നു. ഞാൻ ചോദിച്ചു മറ്റോളെന്താ ഇങ്ങനെ തലമുടി കെട്ടി നിൽക്കുന്നത്? അയ്യോ അങ്കിളെ, അത് അവിടെ മുഖത്തെല്ലാം എന്തോ പുതിയ ഏതാണ്ട് പുരട്ടിയതാ. ഈ എന്താണ് പെണ്ണുങ്ങൾ പെൺപിള്ളേർ പുരട്ടത്തില്ലയോ, അത് പുരട്ടി അത് മുഴുവൻ ആളുകൾ വയസ്സക്കേട് വന്നിരിക്കുക. മുഖം എല്ലാം പോയി. നല്ല ഒരു യൗവനക്കാർ 10-16 വയസ്സുള്ള ഒരു കൊച്ചിന്റെ മുഖം എല്ലാം വല്ലാതായി കിടക്കുക. അപ്പൊ ഇന്നോട് ഞാൻ തിരുത്തി. ഞാൻ പറഞ്ഞു കുഞ്ഞെ, അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തായിരുന്നു? മാംസം വെച്ച് പിടിപ്പിച്ച് നിന്നെ തൊക്കു കൊണ്ട് പൊതിഞ്ഞ് ജീവിക്കേണ്ടതിന് വ്യാസം വരുത്തും. ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ പുതിയ തൊക്ക് അവിടെ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ വന്നിരിക്കുന്ന ഇതെല്ലാം മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സംഭവിച്ചു. എന്ത് ചെയ്തു? എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. നിങ്ങൾ പ്രവചിക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കാൻ പഠിക്കണം. നിങ്ങളെല്ലാം പ്രവാചകന്മാരും പ്രവാചകരുമാണ്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ റെവലേഷൻ 19-ാം അധ്യായത്തെ 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ പ്രവാചകന്മാരാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നാട്ടിലെ കള്ളപ്രവാചകന്മാരെ വിളിച്ചു വരുത്തരുത്. ഇനി മേലിൽ ഒരു കള്ളപ്രവാചകൻ വിളിച്ചു വരുത്തരുത്. കാശ് കൊടുത്തിട്ട് പ്രവചിപ്പിക്കുക. വായിച്ചേ. അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് അത് അരുത്. ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹവൃത്തിനത്രേ. ദൈവത്തെ നമസ്കരിക്ക. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ഇന്ന് ബാബു പറയക്കാട്ടിൽ പ്രവചിച്ചതാണ്. സ്കൂളിന്റെ കാര്യം പ്രവചിച്ചതാണ്. അത് സംഭവിക്കാൻ പോവാ. മക്കളെ, നിങ്ങൾ പ്രവചിക്കാൻ പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളെ പ്രവചിച്ച് വരുത്താൻ പഠിക്കണം. നിങ്ങൾ ആദ്യം ദൈവത്തിന് വേണ്ടിയാണ് പ്രവചിക്കാൻ പഠിക്കുക. നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ കരം കൊണ്ട് നടക്കണം. അത്യുന്നതനായ ദൈവം വസിക്കുന്ന മന്ദിരമാണ് നിങ്ങൾ ഓരോരുത്തരും. ദൈവത്തിന്റെ അത്യന്ത ശക്തി വസിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ ശക്തി നിങ്ങളുടെ കരങ്ങളിലൂടെ വേണം പുറത്തേക്ക് പോകാൻ. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ നാവിൽ കൂടി പുറത്തേക്ക് വരണം. അതിനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ പറയുന്നത് സംഭവിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്. യേശു പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ഇവിടെ എന്താ ചെയ്തു? ഇവിടെ എന്നിട്ട് കാറ്റിനോട് ആരാ പ്രവചിച്ചു? അടുത്ത വാക്യം വായിച്ചാൽ കർത്താവ്, നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ നിങ്ങളെ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളെ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ കഴിഞ്ഞിട്ട് 19-ാമത്തെ വാക്യം അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് മതി. നിങ്ങൾ ആരെങ്കിലും കാറ്റിനോട് പ്രവചിച്ചിട്ടുള്ളവർ ആരെങ്കിലും മാത്രമുണ്ടോ? വെള്ളത്തോട് സംസാരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്ന് മുതൽ നിങ്ങൾ കാറ്റിനോട് പറയാൻ പഠിക്കണം. അപ്പൊ കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്നെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞ കർത്താവേ, ഞാനെങ്ങനെ ഇവിടുത്തെ ഉപദേശിമാർ പറയുന്നത് എന്നാന്നറിയോ? ഉപദേശിമാർ പറയുന്നത് ഇവന്മാരെ ഒന്ന് മാറ്റി നിർത്തണം. ആദ്യം തന്നെ കർത്താവെ, പ്രകൃതി മേൽ നിനക്കാണല്ലോ അധികാരമുള്ളത്. പിന്നെ നിന്നെ എന്തിനാണ് ഇവിടെ ആക്കി വെച്ചേക്കുന്നത്? ഞാൻ മഴയൊക്കെ നിർത്തി 100 കണക്കിന് ഒരുപാട് പ്രാവശ്യം മഴയെ നിർത്തിയിട്ടുണ്ട്. മഴ പെയ്യിപ്പിച്ചിട്ടുണ്ട്. കാറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാറ്റിനോട് നിങ്ങൾ മഴയോട് സംസാരിക്കണം. നിങ്ങൾക്കറിയണം മഴയോട് സംസാരിക്കണോ വേണ്ട എന്ന്. കാറ്റിനോട് സംസാരിച്ചോ? ഇനി വായിച്ചാട്ടെ യോബിന്റെ പുസ്തകം 28-ാം അധ്യായം എടുത്താട്ടെ.
ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. എന്നാൽ ഞാൻ എവിടെ കണ്ടുകിട്ടും? വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? അതിന്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. അത് എന്നിലില്ല എന്ന് ആഴി പറയുന്നു. അത് എന്റെ പക്കലില്ല എന്ന് സമുദ്രവും പറയുന്നു. അയ്യോ ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും ആഴി സംസാരിക്കും, സമുദ്രം എല്ലാവരും പറയണ ആഴി സംസാരിക്കും, സമുദ്രം സംസാരിക്കുമെന്ന്. ആഴി സംസാരിക്കുമോ രാജപാസ്റ്ററെ? ആഴി സംസാരിക്കുമോ? സ്തോത്രമല്ല ചോദിച്ചത്, ആഴി സംസാരിക്കുമോ? സംസാരിക്കും. സമുദ്രമോ? സമുദ്രം സംസാരിക്കും. അപ്പൊ വെള്ളം സംസാരിക്കുന്നത് ആ വെള്ളത്തിനോട് നിങ്ങൾക്ക് സംസാരിച്ചുകൂടെ? ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എന്തോ പഠിപ്പിച്ചേക്കുന്നത്? ഉൽപ്പത്തിയിൽ ജ്ഞാനന്തരം താം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ ആകാശത്തുള്ള പർവ്വജാതിന്മേലും സമുദ്രത്തിലുള്ള മത്സ്യത്തിന്റെ മേലും സമുദ്രത്തിലുള്ള സകലത്തിന്റെ മേലും സർവ്വഭൂമി മേലും ഭൂമിയിൽ എഴുതുന്ന സകല ഇഴജാതികളുടെ മേലും നാൽക്കാലികളുടെ മേലും സകലത്തിന്റെ മേലും വാഴുവാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹലോ, വെള്ളത്തോട് സംസാരിക്കണം, കാറ്റിനോട് സംസാരിക്കണം, നിങ്ങളുടെ പ്രതികൂലത്തോട് നിങ്ങൾ സംസാരിക്കണം. ആര് സംസാരിക്കണം? നമ്മൾ സംസാരിക്കണം. ദൈവമോ നിങ്ങളോ? പണത്തോരാൾ സംസാരിക്കണം. പണം എന്ന് പറയുന്ന ഒരു നിങ്ങൾ നമ്മുടെ നാട്ടിലെ പണത്തിന്റെ പേരെന്തുവാ? പണത്തിന്റെ പേര് മാമോൻ. നമ്മുടെ പണത്തിന്റെ പേര് ലക്ഷ്മി എന്നല്ലേ വിളിക്കുന്നത്? ലക്ഷ്മി. പെന്തിക്കോസുകാരല്ലേ ഓടുന്നതിന് എന്തിന്റെ ആരുടെ പിന്നാലെയാ? ആരുടെ പിന്നാലെ? എന്നിട്ട് പറയാ ഞങ്ങള് കർത്താവിനെ സേവിക്കുന്നെന്ന്. അവളെ വിളിച്ചു വരുത്താൻ പഠിക്കണം. ഹലോ, വിളിച്ചു വരുത്തണം. ഇപ്പൊ ക്ലാസ്സുകാരെ കൈവച്ച് പഠിക്കുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കാം. ദൈവങ്ങളെ, നിങ്ങൾക്ക് സമയം ഒത്തിരിയായി. നിങ്ങൾക്ക് ഇനി കുറച്ചു നേരം കൂടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എൻ്റെ പ്രസംഗങ്ങൾ പോയി കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങളെല്ലാം ശക്തന്മാരായിട്ട് മാറണം. പറഞ്ഞാട്ടെ, സർവശക്തൻ എന്റെ ഉള്ളിലാണ് വസിക്കുന്നത്. അത്യുന്നതനായ ദൈവം എന്റെ ഉള്ളിലാണ് വസിക്കുന്നത്. അപ്പൊ ഈ സർവശക്തി നിങ്ങളിൽ വസിക്കുന്നുണ്ടെ ആ ശക്തി പുറത്തേക്ക് കൊണ്ടുവരണ്ടേ? അതുപോലെ സർവാധിപതിയായ ദൈവം എന്റെ ഉള്ളിലാണ് വസിക്കുന്നത്. പറഞ്ഞ സർവാധിപതിയായ ദൈവം എന്റെ ഉള്ളിലാണ് വസിക്കുന്നത്. അപ്പൊ സർവത്തിന്റെ മേലും ആധിപത്യമുള്ളവൻ നിന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ സകലത്തിന്റെ മേലും ആധിപത്യം നടത്തേണ്ട ജോലി ആരുടേതാ? എന്റെയാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഈ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളിൽ കൂടി ശക്തി പുറത്തേക്ക് വരട്ടെ. നിങ്ങളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇതിന് വേദി ഒരുക്കിയ കർത്താവിന്റെ ദാസൻ ബാബു പറയക്കാരനും അതുപോലെ തന്നെ സാജു വി തോമസിനും മറ്റുള്ള ദൈവദാസന്മാർക്കും ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരവും നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാം ശക്തമായി ഉപയോഗിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിരാമിക്കുന്നു. ദൈവാനുഗ്രഹം. ഇവിടെ നെറ്റിനൊരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്തോ, സമയമുണ്ട്. ഞാനതൊന്ന് ടെക്നിക്കൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ഈ ലാപ്ടോപ്പിന്. തുടർന്നുള്ള പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമില്ല. തോമസ് പാസ്റ്റർ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ അല്ലേ? സാജു പാസ്റ്ററെ കേൾക്കുന്നുണ്ട്. നമ്മുടെ പ്രോഗ്രാമിന് എന്തുവാ? പ്രോഗ്രാമിൽ ഇനി നന്ദി പ്രകാശനമാണ്. പാസ്റ്റർ സുരൻ സേനായി, പിന്നെ പ്രാർത്ഥനയും ആശീർവാദമാണ്.
അപ്പൊ അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ അവർക്ക് ഒന്ന് സംസാരിക്കാൻ ഒരു 2 മിനിറ്റ് വെച്ച് സമയം ലീഡ് കൊടുക്കണമെന്ന്. ചെയ്തോളും. എസ് തോമസ് പാസ്റ്റർ ലീഡ് ചെയ്തോളും. അങ്ങനെ സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഈ അവസരത്തിൽ പറയാനുണ്ടെങ്കിൽ 1-2 വാക്കുകളിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇന്നത്തെ ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ്. നമ്മുടെ പെന്തിക്കോസ്തുകാരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു മെസ്സേജാണ്. അധികാരം നമ്മുടെ മേൽ ദൈവം ഫലമേൽപ്പിച്ചിട്ട് നമ്മൾ അധികാരം ഉപയോഗിക്കാതെ മണിയന്മാരായി നടക്കുന്ന ഒരു നല്ല മെസ്സേജ് ഈ പ്രാരംഭ സമയത്ത് ദൈവദാസനിൽ കൂടെ കേൾക്കാനിടയായി. അത് എനിക്കും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായ അദ്ദേഹം ഒരു പ്രവചന ശബ്ദം പറഞ്ഞു, നമുക്ക് സ്കൂൾ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്നു മുതൽ ഈ പ്രാരംഭ 2026 ഈ പ്രാരംഭ ദിവസം പ്രവചന ദൂത് നമ്മൾ കേട്ടു. ദൈവത്തിന്റെ അധികാരം നമ്മളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഇന്നു മുതൽ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ക്ഷണിച്ചു വരുത്തുന്നവരായി നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യണം. അനുഗ്രഹിക്കപ്പെട്ട ദൂത് കിട്ടി. ഞാൻ ഇടയ്ക്കൊന്ന് പോകേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് എന്തോ ദൈവപ്രേരണയാൽ ഇത് മുഴുവൻ കേൾക്കുവാൻ എനിക്കിടയായി. 2026 എൻ്റെ വ്യക്തിപരമായ ജീവിതവും ഈ സംഘടനയെ നയിക്കുവാനുമായിട്ട് ദൈവം എനിക്ക് പ്രത്യേക കഴിവ് തന്നു. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ആലിസ് മാണി. എനിക്ക് ഈ വിഭാഗത്തിന്റെ വനിതകളുടെ ഒരു ലീഡർഷിപ്പ് തന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഈ സഹോദരന്മാര്, സുശേഷകർ എനിക്ക് ഒരു ഗൈഡൻസ് തരണം. 28-ാം തീയതി മീറ്റിങ്ങിന് ഞാൻ വരുന്നുണ്ടല്ലോ. കാര്യം എനിക്കിതൊരു പുതിയ അനുഭവമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ സിസ്റ്ററിനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. നമ്മുടെ ഉദ്ദേശത്തെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഒരു മിനിറ്റ്, നമുക്ക് ഈ നന്ദി പ്രകാശനവും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കഷൻ ചെയ്യാം. അന്നേരത്തെ ഞാൻ ലൈവ് കട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ 2 പ്രോഗ്രാം ലൈവിലാണ് പോകുന്നത്. അതുകൊണ്ട് നന്ദി പ്രകാശനവും പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കൊരു 10 മിനിറ്റ് പരസ്പരം വേണം സംസാരിക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ അത് ആലോചിച്ച് പറയാം. ഈ വിഷയം സംസാരിക്കാൻ പിന്നെ സെപ്പറേറ്റ് സമയം എടുത്താൽ പോരെ? ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നിൽക്കാം 10-15 മിനിറ്റ്. ഇല്ല, ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു സംശയം നമ്മൾ നിവാരണം ചെയ്യണമെങ്കിൽ നമുക്ക് അതിനൊരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ അതിനൊരു സമയം പിന്നെ കണ്ടെത്തിയാൽ പോരെ? തൽക്കാലം മീറ്റിംഗ് നടക്കട്ടെ. ഇപ്പൊ തൽക്കാലം മീറ്റിംഗ് തീർന്നിട്ട് പ്രാർത്ഥിച്ച് നടത്തുക. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള കാര്യം സംസാരിക്കാം. ഓക്കെ ശരി. പാസ്റ്റർ ഉണ്ടോ ഇതിനകത്ത്? ഇല്ല എങ്കിൽ സാബു പാസ്റ്റർ നന്ദി പറഞ്ഞാട്ടെ. സാബു ജോൺ. കർത്താവിന്റെ ധന്യപേര് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷമുണ്ട്, വളരെ ആനന്ദമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് കൂടുവാൻ ദൈവം അവസരമൊരുക്കി. ഈ പ്രാരംഭ മീറ്റിംഗ് തന്നെ വളരെ അനുഗ്രഹമായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രിയ ബാബുശാൻ ഇത് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ പെന്തക്കോസ്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരു കമ്പി വാചകം എന്ന വണ്ണം വളരെ ദ്രുതഗതിയിൽ അദ്ദേഹം എല്ലാം ഒന്ന് ടച്ച് ചെയ്തു പോയി. വളരെ അനുഗ്രഹമായിരുന്നു. അത് നമ്മുടെ ഇന്നത്തെ പ്രാസംഗികനായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ കേട്ടു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത് ടച്ച് ചെയ്തു. എല്ലാം ഒന്നോടൊന്ന് ബന്ധിച്ചിരിക്കുന്നു എന്ന് ബൈബിളിലെ 66 പുസ്തകങ്ങളും ഒന്നോടൊന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് പോലെ ബാബുശാൻ പറഞ്ഞ കാര്യം പലരുടെയും ഉള്ളിൽ ആ ഒരു ആശയമുണ്ടെന്ന് എനിക്ക് ആ മെസ്സേജ് കേട്ടപ്പോൾ മനസ്സിലായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു മെസ്സേജ് ആയിരുന്നു. എന്തായാലും ബാബുശാനോട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി തോമസ് ശമാലി പാസ്റ്ററോട് പ്രത്യേകമായി ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രാരംഭ മീറ്റിംഗ് തന്നെ വളരെ ഭംഗിയായി പ്രൊസീഡ് ചെയ്യാൻ ബഹുമാനീയ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചു. അങ്ങ് ദൂരഭാവിയിൽ നമ്മുടെ കർത്താവ് വരും. നമ്മുടെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ 2ാമത്തെ മേഘപ്രത്യക്ഷതയാണ്. അതുകൊണ്ട് പ്രാരംഭ ദിവസത്തിൽ അല്ലെങ്കിൽ പ്രാരംഭ മീറ്റിംഗിൽ തന്നെ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് പ്രാരംഭമായി ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേകമായ നന്ദി ഓർപ്പിക്കുന്നു. മറ്റ് നമ്മുടെ വൈസ് പ്രസിഡന്റുമാര്, ജോയിന്റ് സെക്രട്ടറിമാര്, വിശേഷാൽ നമ്മുടെ ട്രഷറർ, അതുപോലെ തന്നെ നമ്മുടെ ഈ പുത്തുകയ സംഘടന പ്രവർത്തി ആയിരിക്കുന്ന നമ്മുടെ ആലീസ് മാനി ആന്റിയെ, മറ്റുള്ള എല്ലാ പ്രിയമുള്ളവർക്കും വിശേഷാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹബന്ധത്തോടൊപ്പം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം മാത്രം ഓർപ്പിക്കട്ടെ, ഈ സൂം മീറ്റിംഗ് ഒരു കാരണവശാലും നിന്ന് പോകരുത്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. ഒരു കാരണവശാലും നിന്ന് പോകാതെ എല്ലാ ആഴ്ചയിലും ഇത് ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ ദൈവം അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാബുശാൻ പറഞ്ഞ ഒരു വാചകം കൂടെ ഓർപ്പിക്കട്ടെ. ശുശ്രൂഷയുള്ള അനേക അഭിഷേകന്മാർ ഇതിനകത്തുണ്ട്. അധ്യാപകരായും പ്രവാചകന്മാരായും ഇടയന്മാരായും
അതുപോലെ തന്നെ സുവിശേഷകന്മാരായും അപ്പോസ്തലന്മാരൊക്കെ വേല ചെയ്യുന്ന വ്യത്യസ്തമായ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അഭിഷക്തന്മാരുണ്ട്. അവർക്കൊന്നും ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ വളരുവാൻ കഴിയാതൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന, നമ്മളെ സംബന്ധിച്ച് ഞാനൊക്കെ ഈ പൊതു ശുശ്രൂഷയിലായതുകൊണ്ട് ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നമ്മൾ ഓടി നടക്കുകയാണ്, സമയമില്ലാതെ ഓടുകയാണ്. ഈ കർത്താവ് വരും എന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ 2026 ഏതാണ്ട് നവംബർ മാസം വരെ നമ്മൾ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു മീറ്റിങ്ങിന് വേണ്ടി. അപ്പം സ്തോത്രം. അപ്പൊ അതുപോലെ വേദികളില്ലാത്ത എത്രയോ അഭിഷക്തന്മാരുണ്ട്. അവർക്കെല്ലാം ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട വേദിയായിട്ട് മാറട്ടെ. ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ നല്ല നിർദ്ദേശങ്ങൾക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന മനോഹരമായിരിക്കുന്ന ആശയങ്ങൾക്കും വിശേഷാൽ ഞാൻ ദൈവനാമത്തിൽ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. എൻ്റെ യവേണി ബോർഡിലെ എൻ്റെ 8 സഹോദരന്മാർക്കും എൻ്റെ പിതാക്കന്മാര്, നിങ്ങൾക്ക് പ്രത്യേകമായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ അഭിനന്ദനങ്ങളും നന്ദിയും ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. മറ്റു പങ്കെടുത്ത അനേകരുണ്ട് വിശ്വാസികളായും. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് ലൈവിൽ വിടുന്ന പ്രിയ സാജി പാസ്റ്ററോടുള്ള പ്രത്യേകം നന്ദി ഓർപ്പിക്കുന്നു. ദൈവാസന്റെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടുവാൻ ദൈവം നമുക്ക് തന്ന നല്ല അവസരം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ പാസ്റ്റർ ബാബു ജോർജ് ദൈവാസനകത്തുണ്ടോ? വർക്കിംഗ് പ്രസിഡന്റ്. അദ്ദേഹമാണ് പ്രാർത്ഥിച്ച് ആസ്വാദം പറയുവാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഓൺലൈനിൽ ഇല്ല എങ്കിൽ ഹരിയാനയിൽ നിന്ന് എം തോമസ് പ്രാർത്ഥിച്ച് ആസ്വാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. അതിനുശേഷം ചർച്ചകൾക്കായുള്ള സമയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ആകാശം ഭൂമിയും സകലത്തെയും സൃഷ്ടിച്ച സർവേശ്വരന്റെ നാമത്തിൽ കർത്താവ് ഈ വർഷത്തിന്റെ പ്രാരംഭ ദിവസങ്ങളായി കർത്താവ് ഇന്ന് ഈ പ്രാരംഭ ഞായറാഴ്ചയിൽ കർത്താവ് സ്തോത്രം ഈ രാത്രി സമയത്ത് കർത്താവ് സൂം മീറ്റിംഗ് ആയി അടിയും കർത്താവ് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവെ കൂടി വരുവാൻ എത്രത്തോളം ദൈവം സഹായിച്ചു കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒന്നുമില്ലായ്മ സഹനത്തെ ഉളവാക്കി കർത്താവെ അധികാരം നമുക്ക് തന്നിരിക്കാൻ അധികാരത്തിന്റെ ശുശ്രൂഷ ഈ നാളുകൾ നിറപടിയായി ചെയ്യുവാൻ തക്കവണ്ണം അടികളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യുണൈറ്റഡ് പെന്തക്കോസ്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെതായ ഹല്ലേലൂയ കമ്മിറ്റി അംഗങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുവാനാണമേ. ഇതൊരു തുടക്കം ദൈവമേ, ഒരു നല്ലൊരു തുടക്കം, നല്ലൊരു ഹല്ലേലൂയ അതേ ഒരു മുന്നോട്ടുള്ള ഒരു പാതയ ഒരു കർത്താവ് ഒരു ആമേനൊരു വളരെ നിന്നു പോകാതെ തന്നെ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ വ്യാപരിച്ചുകൊണ്ട് ദൈവം നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇതിനകത്ത് പങ്കെടുത്ത കർത്താവ് ദാസ്യാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തുടർന്നും കർത്താവിടെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. ഇതിന്റെ എല്ലാ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. എല്ലാം അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗം സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പുണ്യങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന പരിശുദ്ധ പിതാവേ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധമായ സഭാസും സംബന്ധവും എല്ലായ്പ്പോഴും നാളും എല്ലായ്പ്പോഴും കർത്താവിന്റെ നാമത്തിലിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു ഞാൻ നിങ്ങൾക്ക് ആസ്വാദം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ.